കൻഹാകാസിലെ ഇന്നത്തെ നമ്മുടെ അതിഥി KU മോഹൻ ബ്രദറാണ്. അദ്ദേഹം കേരള സ്റ്റേറ്റിൻ്റെ കോർഡിനേറ്ററാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം മോഹനേട്ടൻ. നമസ്തേ. മോഹനേട്ടൻ കേരള സ്റ്റേറ്റിൻ്റെ കോർഡിനേറ്ററാണല്ലോ. ഈ സ്ഥാനത്തിൻ്റെ ഒരു പവിത്രതയും അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ എന്താണെന്ന് പറയാമോ? കേരള ഹാർട്ട്ഫുൾനെസ്സിൽ ഏകദേശം നമുക്ക് 10,000-ഓളം അഭ്യാസികളുണ്ട്. പിന്നെ ഒരു 13 സോണുകളായിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. 13 സോണൽ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ഏകദേശം 500-ഓളം പ്രിസെപ്റ്റർമാരുണ്ട്. 200-250-ഓളം ഹാർട്ട് സ്പോട്ട്സ് ഉണ്ട്. അപ്പോൾ നല്ലൊരു ഗ്രോത്തുള്ള ഹാർട്ട്ഫുൾനെസ്സിൽ ഒരു നമ്മൾ വിസിബിളാണ്. അപ്പോൾ ഈ 13 സോണൽ കോർഡിനേറ്റർ വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള സോണൽ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. പ്രിസെപ്റ്റേഴ്സ് 500-ഓളം പ്രിസെപ്റ്റേഴ്സ്. ആ ടീമിൻ്റെ അവരെ സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, അതാണ് എൻ്റെ ഡ്യൂട്ടി. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ 125th ബർത്ത്ഡേ ആനിവേഴ്സറിയിൽ നമ്മൾ ബാബുജി മഹാരാജിൻ്റെ കൊണ്ടാടുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് അവസരം കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതിന് ഹാർട്ട് ഫെൽ ഗ്രാറ്റിറ്റ്യൂഡ് ടു മാസ്റ്റർ. ഇന്ദുവിനോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്ന പ്രോഗ്രാമിന് എന്നെ വിളിച്ചത്. ഇപ്പോൾ ഈ 125th ബർത്ത്ഡേ ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇയർ മുഴുവൻ സെലിബ്രേറ്റ് ചെയ്യാണ്, ഹോൾ ഇയർ. അപ്പോൾ ദാജിയുടെ വിഷൻ അനുസരിച്ച് ഈ പ്ലാനറ്റിലുള്ള എല്ലാ മനുഷ്യനിലും സ്പിരിച്വാലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം ഒരു ഗോളായിട്ട് വെച്ചിരിക്കുന്നത്. ടു മേക്ക് എവ്രി ഹ്യൂമൻ സ്പിരിച്വൽ. അത് നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ. അപ്പോൾ അതേ ആംഗിളിൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ടീം എല്ലാവരും കൂടി ആലോചിച്ചു ഈ കൊല്ലം നമ്മൾ എന്തൊക്കെ പ്രോഗ്രാംസ് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ ടീം എല്ലാവരും കൂടി ആലോചിച്ചപ്പോൾ നമ്മൾ കണ്ടെത്തിയ കാര്യം എന്താ വെച്ചാൽ നമുക്ക് 13 ആശ്രമങ്ങളുണ്ട്. ആ 13 ആശ്രമങ്ങളിലും എല്ലാ ദിവസവും റെഗുലർ സത്സംഗ്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സിറ്റിങ്സ്. അപ്പോൾ എല്ലാ ദിവസവും എല്ലാ ആശ്രമങ്ങളും ആക്റ്റീവാണ്. അതൊരു പ്രത്യേകത ഉള്ളത്, എല്ലാ ആശ്രമങ്ങളിലും എല്ലാ ദിവസവും ഈവനിങ് സത്സംഗ് 5:30 മണിക്കാണ്. ഒരു 4 മണി തൊട്ട് 5:30 മണി വരെ ഇൻഡിവിജ്വൽ സിറ്റിങ്സ്, 5:30 തൊട്ട് സത്സംഗ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ്, അതായത് ഡെയിലി നമ്മൾ ബാബുജി മഹാരാജിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ലവിങ് മെമ്മറിയിൽ ഡെയിലി ഒരു സത്സംഗ് ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കേണ്ട എല്ലാ അഭ്യാസികൾക്കും ഉപയോഗിക്കാം. അത് നമ്മൾ ഒരു ആക്ടിവിറ്റി ആയിട്ട് എടുത്ത്, അപ്പോൾ അത് ഒരു കോർഡിനേഷൻ്റെ പാർട്ട് ഞാൻ പറയുകയാണ്. മറ്റൊന്ന്, നമ്മൾ വിചാരിച്ച എല്ലാ പ്രിസെപ്റ്റേഴ്സും ഡെയിലി ഒരു പുതിയ സീക്കറെ ബാബുജി മഹാരാജിൻ്റെ ലവിങ് മെമ്മറിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു കാര്യം. എല്ലാ പ്രിസെപ്റ്റേഴ്സും അത് ആക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ ഡെയിലി ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ചിലർ പറഞ്ഞു ഡെയിലി എല്ലാ ദിവസവും നമുക്ക് സീക്കേഴ്സിനെ കിട്ടണമെന്നില്ല. അപ്പോൾ ഡെയിലി 1 അല്ലെങ്കിൽ മാസത്തിൽ 30 അങ്ങനെ. അപ്പോൾ അതും എന്താ വെച്ചാൽ ഡെയിലി നമ്മളൊരു പുതിയ ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ബാബുജി മഹാരാജിൻ്റെ മെമ്മറി ഒക്കെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, ദാജിയുടെ വിഷൻ ടു മേക്ക് എവ്രി ഹ്യൂമൻ സ്പിരിച്വൽ. അപ്പോൾ അതും മുന്നോട്ട് പോകുന്നുണ്ട് നല്ല രീതിയിൽ. അങ്ങനെ അതുപോലെ മറ്റൊരു കാര്യം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഈ കേരള ടീം ടേക്കപ്പ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ധ്യാനോത്സവങ്ങൾ, യോഗ മഹോത്സവങ്ങൾ നമ്മൾ അധികം നടത്തുന്നതല്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഡെയിലി ഒരെണ്ണം, ഒരു യോഗോത്സവം കേരള റീജിയനിൽ എവിടെയെങ്കിലും ഒരു ദിവസം നടക്കുകയാണെങ്കിൽ നല്ലൊരു പ്രോഗ്രാമായിരിക്കും. ഇപ്പോൾ 13 സെറ്റ് സീസണിലുണ്ട്, അത് അത്ര വലിയൊരു ലോഡല്ല. അപ്പോൾ ആക്ച്വലി അതൊരു ട്രയൽ ബേസിൽ നമ്മൾ നോക്കി. അതായത് ഈ കൊല്ലം മുഴുവൻ ബാബുജി മഹാരാജിൻ്റെ ബർത്ത്ഡേ എവറി ഡേ അല്ലേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 365 ഡേയ്സും നമുക്ക് ഒരു യോഗോത്സവത്തിനുള്ളൊരു പോസിബിലിറ്റി. അത് വലിയ യോഗോത്സവങ്ങളാവണമെന്നില്ല, 10 പേരോ 20 പേരോ അങ്ങനെ. അപ്പോൾ ആക്ച്വലി നമ്മളത് പ്ലാൻ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചാൽ, ഫസ്റ്റ് 3 months ജാനുവരി, ഫെബ്രുവരി, മാർച്ച് നോക്കിയപ്പോൾ ഏകദേശം 100-ഓളം യോഗോത്സവങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഇറ്റ് ഈസ് മോർ ദാൻ ഡെയിലി 1 സംഭവിക്കുന്നത്. ഈ 3 പ്രോഗ്രാംസ് നമ്മൾ മേജറായിട്ട് ഈ കൊല്ലം ബാബുജി മഹാരാജിൻ്റെ 125th ബർത്ത്ഡേ എവറി ഡേ സെലിബ്രേറ്റ്. അപ്പോൾ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമല്ലേ. ഇപ്പോൾ നമ്മുടെ ബർത്ത്ഡേ മാസ്റ്റർ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക, എല്ലാ മാസ്റ്റേഴ്സിൻ്റെയും ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണ പോലെയാണ്. കാരണം എന്താ, ആ ഫസ്റ്റ് ട്രാൻസ്മിഷൻ നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്കൊരു പുതിയ ലൈഫാണ്, ഒരു റീബർത്ത് അല്ലേ നമുക്ക്.
സോളിന് ഒരു പുതിയ ജന്മം കിട്ടിയ പോലെയാണ് അത്. ആദ്യം അച്ഛനും അമ്മയുടെ മക്കളായിട്ട് നമ്മൾ ജനിച്ചു, അത് ആദ്യത്തെ ബർത്ത്. സെക്കൻഡ് ബർത്താണ് ദ്വിജ എന്ന് പറയുന്നത്, നമുക്ക് ട്രാൻസ്മിഷൻ കിട്ടുമ്പോൾ. അപ്പോൾ ആ ട്രാൻസ്മിഷൻ്റെ സോഴ്സാണ് ഈ ഗ്രേറ്റ് മാസ്റ്റേഴ്സ്. അപ്പോൾ അവരുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബർത്ത്ഡേ ആണ്. നമ്മൾ സ്പിരിച്വൽ ഫീൽഡിലേക്ക് പുനർജനിക്കുന്ന ആ ദിവസമാണത്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ദിവസം നമ്മൾ എങ്ങനെ ഉണ്ടാവും, എത്ര ജോയ്ഫുൾ ആയിരിക്കും. ഈ ബർത്ത്ഡേക്ക് നമ്മൾ ജോയ്ഫുൾ ആയിരിക്കും, അതേസമയം മാസ്റ്റേഴ്സിൻ്റെ പ്രസൻസ് കൊണ്ടാണ് നമുക്ക് ഈ ട്രാൻസ്മിഷൻ കിട്ടുന്നത് ആലോചിക്കുമ്പോൾ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവും, നമ്മൾ ഹംബിൾ ആവും. അപ്പോൾ ബാബുജി മഹാരാജിൻ്റെ ബർത്ത്ഡേ ഈ ഇയർ മുഴുവൻ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ കേരളത്തിൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന എല്ലാവരും കൂടി തീരുമാനിച്ചത് നമ്മൾ ആ ജോയ്ഫുൾ, ഗ്രേറ്റ്ഫുൾ ആൻഡ് ഹ്യൂമിലിറ്റിയോട് കൂടിയിട്ട് ഹോൾ ഇയർ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാം. ഇതിനെ ഒരു സപ്പോർട്ട് കോർഡിനേഷൻ എന്നുള്ളതാണ് റീജിയണൽ ഫെസിലിറ്റേറ്റർ എന്നുള്ള ഒരു റോളിൽ മാസ്റ്റർ എനിക്ക് തന്നിട്ടുള്ള ഒരു ഡ്യൂട്ടി. ഓ വാവ്! എനിക്ക് തന്നെ ഇവിടെ ഇരുന്നിട്ട് എന്തോ ഭയങ്കര ആവേശം തോന്നുന്നു കേട്ടിട്ട്. ഓക്കെ, ഇനി നമുക്ക് മോനേട്ടൻ്റെ കുറച്ച് ചെറുപ്പകാലത്തിൽ നിന്ന് തുടങ്ങാം. എങ്ങനെയായിരുന്നു അങ്ങയുടെ ബാല്യകാലമൊക്കെ? തൃശ്ശൂർ തന്നെയാണല്ലേ ജനിച്ചു വളർന്നത്? അതെ അതെ. ഞാൻ എങ്ങനെയായിരുന്നു ആ സമയത്ത്? ചെറുപ്പകാലങ്ങളിൽ എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഒറ്റയ്ക്കായിരുന്നു പതിയും. ഞാൻ എൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ കൂടെയാണ് വളർന്നതൊക്കെ. അവർക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് എൻ്റെ അച്ഛൻ എന്നെ അവിടെയാണ് ഓക്കെ. ആക്കിയത്. അപ്പോൾ അച്ഛൻ്റെ സിസ്റ്റർ എന്ന് പറയുന്ന അച്ഛന് അമ്മമാരെയാണ്. അപ്പോൾ അവരെ കൂടെ ഞാൻ വളർന്നു നോക്കി. അപ്പോൾ അവരും ഞാനും മാത്രമേ ഉള്ളൂ. ഒരു ഹസ്ബൻഡ് വീക്കെൻഡ്സിലെ വരിക. അപ്പോൾ അതേ സമയം ഞാൻ ലോൺലിയാണ്. അപ്പോൾ ഈ ഏകാന്തതയിൽ ഇങ്ങനെ ചെറുപ്പകാലങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും പല പല നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന സമയം അല്ല ആ കാലഘട്ടം ആകുമ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിരുന്നത് നമ്മുടെ സാധാരണ ലൈഫിന് ബിയോണ്ടായിട്ട് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതൊരു ഉള്ളിലൊരു ഫയർ മാതിരി ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ യുവാവസ്ഥയിലേക്കും ജോലിയിലായാലൊക്കെ പ്രവേശിച്ചപ്പോൾ അതൊക്കെ അങ്ങനെ എന്തോ എനിക്ക് ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആൾ വിവേകാനന്ദ സ്വാമികൾ, രാമകൃഷ്ണ പരമഹംസർ, ലോർഡ് കൃഷ്ണ, ബുദ്ധ, ജെ കൃഷ്ണമൂർത്തി. ഈ അഞ്ചാൾക്കാരനെ ഫസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അധികം വായിച്ചിട്ടുള്ളതും എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ്. അപ്പോൾ അവരുടെ പുസ്തകങ്ങളും ഒക്കെ വായിച്ച് ആ ഒരു ഫയർ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞ് അത് എന്തോ പല പല കാര്യങ്ങളായിട്ട് ജോലി അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളത് വിട്ടുപോയി. പിന്നീട് ഹാർട്ട്ഫുൾനെസ്സിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം, അതായിരിക്കും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ്. ഇപ്പം ഞാൻ ആ സമയത്ത് മലബാർ ഏരിയയിൽ നോർത്ത് കേരളയിലെ ഒരു ഏരിയ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തന്നെ സൗത്ത് കേരളയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ എനിക്ക് അവിടെ വലിയൊരു എന്താ പറയുക സുഹൃത്ത് വലയം ഉണ്ട്, വലിയൊരു സുഹൃത്തുക്കളുടെ ഗ്യാങ്. അത് കണ്ണൂരാണ്, കണ്ണൂർ ബേസ്ഡ് ആയിരുന്നു. അപ്പോൾ അവിടെ പൊതുവെ ഈ ഹ്യൂമൻ ആസ്പെക്റ്റ് ഭയങ്കര, ആളുകൾ തമ്മിലുള്ള അടുപ്പും ഇൻറ്റിമസിയൊക്കെ ഭയങ്കരമാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു, ഞാൻ ആക്ച്വലി തൃശ്ശൂർക്കാരനാണ്, പക്ഷേ അവിടെ പോയി എൻ്റെ വൈഫും കണ്ണൂരുകാരൻ. അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് ഒരു ട്രാൻസ്ഫർ വന്നു എനിക്ക് തൃശ്ശൂരിലേക്ക്. അപ്പോൾ കുറച്ചൊരു ചെറിയ ഒരു നിരാശ തോന്നി എനിക്ക്. അപ്പോൾ തിരിച്ചു വന്ന് ഇവിടെ സെറ്റിലാവണ സമയത്ത് തൃശ്ശൂർ ടൗണിൽ വന്ന് ഞാൻ സെറ്റിലായി. അന്ന് പേപ്പർ വായിക്കുന്ന സമയത്ത് അതിലൊരു ചെറിയ ആഡ് മാതിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്താ ഉണ്ടായിരുന്നത് വെച്ചാൽ ചാർജി മഹാരാജ് തൃശ്ശൂർ വിസിറ്റ് ചെയ്യാണ് നെക്സ്റ്റ് ഡേ. ഏത് വർഷമായിരുന്നു? 1995 ഓണക്കാലത്താണ്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് പേജിൽ തന്നെ ചെറിയ ആഡ് മാതിരി. അപ്പോൾ അവിടുത്തെ എലൈറ്റ് ഗ്രൂപ്പ് അവർ കൊടുത്തൊരു ആഡാണ്. അപ്പോൾ അതിൽ എന്നെ അട്രാക്ട് ചെയ്തെന്ന് വെച്ചാൽ മാസ്റ്റർ ഒരു ഫോട്ടോ ഉണ്ട്, അത് ഒരു വടി കുത്തി ഇങ്ങനെ നിൽക്കുന്നത്. അതിൻ്റെ അടിയിൽ ഹാർട്ട്ഫുൾനെസ്സിനെ കുറിച്ച് ചെറിയൊരു റൈറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റൈറ്റപ്പ് ഞാൻ വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പല കാര്യങ്ങളും ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പല വരികളും അതിൽ. അപ്പോൾ അതിൻ്റെ അടിയിൽ ചില പ്രിസെപ്റ്റർമാരുടെ നമ്പറും കൊടുത്തു. അപ്പോൾ ഞാൻ ആദ്യം കാണുന്ന നമ്പറിൽ വിളിച്ചു. അപ്പോൾ ഉടനെ അപ്പുറത്ത് ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ഒന്നും ചോദിച്ചില്ല, സിറ്റിങ്ങിനാണെങ്കിൽ ഇപ്പോൾ തന്നെ വന്നോളൂ എന്ന്. അപ്പോൾ ഞാൻ എവിടേക്കാണ് വരേണ്ടത് ചോദിച്ചു. അപ്പോൾ ലൊക്കേഷൻ പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഫസ്റ്റ് സിറ്റിങ്ങിന് പോകണം. എൻ്റെ പ്രിസെപ്റ്റർ നാരായൺ സാറായിരുന്നു തൃശ്ശൂരിൽ. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ 3-4 പേര് ഓൾറെഡി ഇരിക്കുന്നുണ്ട് സിറ്റിങ്സിനായിട്ട്. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. ഓരോ സിറ്റിങ്ങിന് ഞാൻ നോക്കി ഏകദേശം എത്ര ഉണ്ട് ഡ്യൂറേഷൻ. ഒരു 1/2 hour 35 minutes ഉണ്ട്.
അപ്പോൾ ഈ നമ്പർ എൻ്റെ മുമ്പിൽ വന്നവരെയൊക്കെ നമ്പർ നോക്കിയപ്പോൾ എനിക്ക് തോന്നി 2-3 മണിക്കൂർ എന്തായാലും ഇവിടെ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സിറ്റിങ്ങിന് പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു. കണ്ണടച്ചിരുന്നു. ദാറ്റ്സ് ഓൾ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എനിക്കങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതൊക്കെ പിന്നീടാണ് ഞാൻ അറിയുന്നത്. അദ്ദേഹം പറഞ്ഞു, നെക്സ്റ്റ് നാളെ ഞങ്ങളെ മാസ്റ്റർ വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ബിസി ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ സിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് ചിന്മയ കോളേജിലാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അവിടേക്ക് വന്നാൽ മതി. അപ്പോൾ ഞാൻ അവിടുത്തെ ഇടയ്ക്ക് ഞാൻ നിങ്ങളുടെ സിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ 3 സിറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. കുറേ ആളുകളുടെ അവിടെ ഫുൾ ഡേ പ്രോഗ്രാമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങനെ ക്രൗഡ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ അവിടേക്ക് ചെല്ലാൻ പറഞ്ഞപ്പോൾ പോണോ പോണ്ടേ എന്നുള്ളൊരു സംശയമായി. പക്ഷേ നെക്സ്റ്റ് ഡേ ഞാനിപ്പോൾ ഇതുപോലെ ട്രാൻസ്ഫർ ആയിട്ട് വന്നില്ല. നെക്സ്റ്റ് ഡേ ഞാൻ ജോലിക്ക് പോയില്ല. ഞാനവിടെ രാവിലെ ഇരുന്നു, ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു. പക്ഷെ ഇദ്ദേഹം പറഞ്ഞ ഓർമ്മയുണ്ട് ചെല്ലാൻ പറഞ്ഞത്, പക്ഷേ എനിക്ക് പോകാനും തോന്നുന്നില്ല. അത് കഴിഞ്ഞ് ഏകദേശം ഒരു ഉച്ചയ്ക്ക് 2 മണിയായപ്പോഴാണ് ഞാൻ പോയത്. അവിടെ ചെന്ന സമയത്ത് ഞാൻ ബൈക്കിലാണ് പോകുന്നത്. അങ്ങനെ കോളേജിൻ്റെ ഉള്ളിലേക്ക് കയറി. എനിക്ക് സ്ഥലങ്ങളൊന്നും അറിയില്ല. അവിടെ ബൈക്ക് പാർക്ക് ചെയ്തപ്പോൾ ദൂരെ ഒരു മാവിൻ്റെ ചോട്ടിൽ ഞാൻ ഈ ഫോട്ടോയിൽ കണ്ട ആളവിടെ ഇരിക്കുന്നുണ്ട്, മാസ്റ്റർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു 3-4 ആൾക്കാർ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബൈക്ക് നിർത്തിയിട്ട് എനിക്ക് മനസ്സിലായി, ഇന്നലെ തലേ ദിവസം ഫോട്ടോ കണ്ടിട്ടില്ല, അപ്പോൾ ഇദ്ദേഹമാണ് ആളെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പതുക്കെ നടന്നു വന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേരെ മുമ്പിൽ ഇതുപോലെ ഹിന്ദു ഇരിക്കുന്ന പോലെ ഒരു സീറ്റിൽ ആരുമില്ല, കാലിയാണ്. പിന്നെ എനിക്ക് ട്രെയിനിങ് തന്ന ആൾ താഴെ ഇരിക്കുന്നുണ്ട്, നാരായൺ സാറ്. അദ്ദേഹം താഴെ നിരത്തെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നേരെ മുമ്പിലെത്തിയപ്പോൾ മാസ്റ്റർ എന്നോട് പറഞ്ഞു, പ്ലീസ് സിറ്റ് ദെയർ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി, ഇങ്ങനെ നമ്മുടെ ഗുരുസ്ഥാനീയനായിട്ടുള്ള ആൾ താഴെയിലിരിക്കുന്നത്, അപ്പോൾ ഇതിലിരിക്കുന്നത് അത്ര ശരിയാണോ? അപ്പോൾ അദ്ദേഹം എനിക്ക് സിഗ്നൽ ഒന്ന് ഇരുന്നോളാം. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു വെച്ചാൽ ഇരുന്നില്ല. അവൻ ഗുരുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത് ശരിയാണോ, അങ്ങനെയൊക്കെയുള്ള ഐഡിയകളുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവിടെ ഇരിക്കുന്ന പല ആളുകളും മാസ്റ്ററോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെ 5-6 ആളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഭഗവത്ഗീതയെക്കുറിച്ചാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പിന്നീട് എനിക്ക് മനസ്സിലായത്, ചിന്മയുടെ ഡയറക്ടറായിരുന്ന ഒരാൾ, അദ്ദേഹമാണ് ചിന്മയ കോളേജ് ആയതുകൊണ്ട്, മുകുന്ദൻ എന്ന് പറഞ്ഞാൽ, അദ്ദേഹമാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിക്കണം. അപ്പോൾ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് ഞാൻ ആദ്യം കാണുന്നത്. മാസ്റ്ററേയും കാണുന്നു, ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് കേൾക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം ഉത്തരം കാണുമ്പോഴേക്കും തന്നെ എനിക്കത് ഭയങ്കരമായിട്ടൊരു ഇൻസ്പിറേഷൻ ഉള്ളൂ. ഒരാളിങ്ങനെ ആൻസർ ചെയ്യുന്ന രീതി, അതായത് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിനെ ഹോൾഡ് ചെയ്ത് അതിനെ ആൻസർ ചെയ്യുന്ന രീതി വല്ലാതെ ഇമ്പ്രസിങ് ആയിരുന്നത്. അപ്പോൾ ഞാനും 1-2 ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എന്താണ് ചോദിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിന് അദ്ദേഹം ഹോൾഡ് ചെയ്തിട്ട് മറുപടി പറഞ്ഞു കറക്റ്റായിട്ട്. അങ്ങനെ ഇതൊരു ഏകദേശം 30-40 മിനിറ്റ്സ് ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് നടക്കുമ്പോൾ ആൻസർ ചെയ്യണേക്കാൾ കൂടുതൽ ഈ ആൻസേഴ്സ് വരുന്ന ആളുമായിട്ടുള്ള ഒരു അലൈൻമെൻറ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ തന്നെ ഞാൻ വളരെയധികം ഇമ്പ്രസ്ഡായി. ഇദ്ദേഹത്തിൻ്റെ സംസാരിക്കുന്ന രീതി, ഇദ്ദേഹം ആൻസർ ചെയ്യുന്ന, പിന്നെ ആ പ്രൊഫൗണ്ടായിട്ടുള്ള ഡെപ്ത്ത് ഈ പറയുന്ന കാര്യങ്ങൾക്ക്. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, എനിക്ക് ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ആയിട്ട് ഞാൻ കണ്ടിരുന്ന വിവേകാനന്ദൻ, രാമകൃഷ്ണ പരമഹംസർ, ബുദ്ധൻ, അതുപോലെ ജയകൃഷ്ണമൂർത്തി. ഇതിൻ്റെയൊക്കെ ഒരു ബ്ലെൻഡ് മാതിരി എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അത് ഭയങ്കര ഇൻസ്പയറിങ് ആയിരുന്നു എനിക്കത്. അദ്ദേഹത്തിൻ്റെ അതൊരു ശരിക്കും പറഞ്ഞാൽ ആ സമയം പോയതോ ഒരു വല്ലാത്തൊരു സ്റ്റിൽനെസ്സും എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു എന്നെ ഒബ്സർവ് ചെയ്തപ്പോൾ. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ സംഗതി കഴിഞ്ഞപ്പോൾ നൗ ഐ വിൽ ഗിവ് യു എ സിറ്റിംഗ് എന്ന് പറഞ്ഞു. അതപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ തന്നെയാവും സിറ്റിംഗ്. അപ്പോൾ എന്നിട്ട് എഴുന്നേറ്റ് നടക്കുകയാണ്. നടന്ന് ഹാളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഹാളിലേക്ക് പോയപ്പോഴാണ്, ഹാളിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് കണ്ട ഹാള് നിറയെ ആളുകളാണ്. ഒരു 2000-ഓളം ആളുകൾ ഹാളിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ലഞ്ച് ടൈമിൽ ഇദ്ദേഹം അവിടെ റെസ്റ്റ് ചെയ്യുമായിരുന്നു. ആ സമയത്താണ് ആക്ച്വലി അഭ്യാസികൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല, അദ്ദേഹം റെസ്റ്റ് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ ആ കോർഡിനേറ്റേഴ്സിൻ്റെ കൂടെ ഇരിക്കുന്നത്. അപ്പോഴാണ് ഈ ചോദ്യോത്തരം ഉണ്ടായത്. അത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് ആരെയും അറിയില്ല, ആ കൂടി ഇദ്ദേഹത്തിന് മാത്രമല്ലേ അറിയുള്ളൂ. ഞാൻ ഹാളിലേക്ക് എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞ് ഇദ്ദേഹം എവിടേക്ക് പോകണം, സ്റ്റേജിലേക്കാണ്.
ഇവരെന്താ ചെയ്യണമെന്ന് നോക്കി കൂടുള്ളവർ. അവർ സ്റ്റേജിലേക്ക് പോവുക. അപ്പോൾ ഞാനും സ്റ്റേജിലേക്ക് കയറി. അവരവിടെയൊക്കെ ഇരിക്കുന്നത് താഴെ. അപ്പോൾ ഞാനും അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് സീറ്റിൽ ഞാനുണ്ട് താഴെ, മാസ്റ്റർ സീറ്റിൻ്റെ താഴെ. എന്നിട്ട് പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് ഫസ്റ്റ് സിറ്റിംഗ് എക്സ്പീരിയൻസ്. അത് പ്രീവിയസ് ഡേ എനിക്കൊരു സിറ്റിംഗ് കിട്ടിയിട്ടുണ്ടല്ലോ, പക്ഷേ ഇതും തമ്മിൽ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. അത് എനിക്ക് ഒരു ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോഴും ആ ഫസ്റ്റ് സിറ്റിംഗ് എക്സ്പീരിയൻസ് ഭയങ്കര മാസ്റ്ററുമായിട്ടുള്ള ഫസ്റ്റ് സിറ്റിംഗ് എക്സ്പീരിയൻസ് അത്ര പ്രൊഫൗണ്ട് ഒരു റീഅലൈൻമെൻറ്റ് എനിക്ക് ഫീൽ ചെയ്തു. അതായത് എൻ്റെ ലൈഫ് അതുവരെയുള്ള, എനിക്ക് ഏകദേശം 30-31 വയസ്സ് ആ സമയത്ത്. അപ്പോൾ അതുവരെയുള്ള ലൈഫിൻ്റെ ഒരു റിവ്യൂ എൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോവുക. ടൈം തീരെ ഫീൽ ചെയ്യുന്നില്ല ഉള്ളിൽ. അതേസമയം ഈ ഓരോ സമയത്തും ഇത് കുറച്ചും കൂടി ബെറ്ററായിട്ട് ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു ലൈഫ് എക്സ്പീരിയൻസിൽ നമ്മൾ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ അതെല്ലാം നമ്മൾ കാണുകയാണ്. ലൈഫ് സിറ്റുവേഷൻ കാണുന്നു, ലൈഫിനെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയായിരുന്നു നന്നായിരുന്നു, അങ്ങനെ ഒരു റിവ്യൂ. ആ റിവ്യൂവിൻ്റെ അവസാനം ഒരു റീഅലൈൻമെൻറ്റ്. നമ്മൾ ഈ രക്ഷാ ബസ്സിലൊക്കെ ഇല്ലേ ഇങ്ങനെ വെച്ച് കൂട്ടി യോജിപ്പിക്കില്ലേ വേർഡ്സൊക്കെ, അതുപോലെ ഈ ചിത്രത്തിലെ പല പല കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു രൂപമുണ്ടാക്കുന്ന പോലത്തെ ഒരു റീഅലൈൻമെൻറ്റ് എൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യും. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സിറ്റിംഗ്. അതോടുകൂടി ആ സിറ്റിങ്സ് ദാറ്റ്സ് ഓൾ എന്ന് പറഞ്ഞുകൊണ്ടുകൂടി എനിക്ക് എൻ്റെ ഉള്ളിൽ ടോട്ടലായിട്ട് ഫീൽ ചെയ്തു ഇതാണ് എൻ്റെ മാസ്റ്റർ. അത് മാത്രമല്ല, അത് കഴിഞ്ഞ് ദാറ്റ്സ് ഓൾ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് മൈക്കിൻ്റെ അടുത്തേക്ക് പോയി. മൈക്കിൻ്റെ അടുത്തേക്ക് പോയിട്ടൊരു സ്പീച്ചാണ്. ദാറ്റ് സ്പീച്ച് വാസ് സ്പെൽ ബൗണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അതിൻ്റെ ആദ്യത്തെ വരി എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത് ഈ തവള, ഫ്രോഗ്, അതിങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് സ്നേഹിക്കിനെ അട്രാക്റ്റ് ചെയ്യുന്നത്, പാമ്പിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ശബ്ദം ഉണ്ടാക്കാണ്ടിരിക്കുകയാണ്. അപ്പോൾ ശബ്ദം ഉണ്ടാക്കുമ്പോൾ പാമ്പിനെ അറിയത് എവിടെയാണ് തവള ഉള്ളതെന്ന്. അത് വന്ന് അതിനെ പിടിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നത് വെച്ചാൽ ദർ ഈസ് സെക്യൂരിറ്റി ഇൻ സൈലൻസ്. അതായത് നിശബ്ദതയിൽ നമുക്ക് സെക്യൂരിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് ഐഡിയ ഓഫ് മെഡിറ്റേഷൻ. ദ പ്രോസസ് ഓഫ് മെഡിറ്റേഷൻ ഇറ്റ് സെൽഫ് യു ആർ സെക്യൂർഡ്. ഇതായിരുന്നു ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അത് എന്താ പറയുക, ഞാനിത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണ്, ഒരിക്കലും കേൾക്കാത്തത്. ഇപ്പം ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഒരിക്കലും കേൾക്കാത്തതും. അതുപോലെ ഞാൻ ഗ്രേറ്റായിട്ട് കരുതിയിട്ടുള്ള എല്ലാ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവരൊക്കെ ഒരു ബ്ലെൻഡ് എനിക്ക് ഫീൽ ചെയ്തു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സിറ്റിംഗ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. പിന്നെ ഞാൻ ഹാർട്ട്ഫുൾനെസ്സിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞാൻ ഒരിക്കലും. അതിനുശേഷം ഞാൻ 2-3 സിറ്റിങ്സ് എൻ്റെ പ്രിസെപ്റ്റർ എടുത്ത് അദ്ദേഹത്തിനോട് ഞാനിപ്പോൾ നന്ദി പറയാം. അദ്ദേഹം എന്നെ ഫസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് നല്ലൊരു കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ്. പിന്നീട് അദ്ദേഹമായിട്ടുണ്ടായ 2-3 സിറ്റിങ്സ് വളരെ പ്രൊഫൗണ്ടായിരുന്നു. ഫസ്റ്റ് സിറ്റിംഗ് മാതിരി ആയിരുന്നില്ല. അതാണ് എൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ എൻട്രി ഇൻ ടു ഹാർട്ട്ഫുൾനെസ്. പിന്നെ എങ്ങനെയായിരുന്നു അപ്പോൾ ഒഫീഷ്യൽ ലൈഫിലും അന്നേരം ഓൾറെഡി? അത് പ്രൊഫൗണ്ട് റീസൺ അതിലുണ്ട്. അതായത് ഞാനൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ഏരിയ മാനേജറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ സെയിൽസ് ടാർഗറ്റ്സ് എവറി മന്ത് സെയിൽസ് ടാർഗറ്റ് ഉണ്ട്, ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലല്ലേ. അപ്പോൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ മനുഷ്യരായിട്ട് പോലും നമ്മളെ കണക്കാക്കില്ല, അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രെസ്സ് വളരെ റെഗുലറായിട്ടുണ്ട് എല്ലാ മാസവും. എൻ്റെ കൂടെ കൊളീഗ്സൊക്കെ പറയും വി ആർ ഓൺ മന്ത്ലി വേജസ്. ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ ആ മാസം സാലറി കിട്ടിയെന്ന് പറയുന്ന പോലത്തെ ഒരു സ്ട്രെസ് ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ സ്ട്രെസ്സുള്ള സമയത്ത് എൻ്റെ വൈഫൊക്കെ പറയാറുണ്ട്, ഞാൻ പ്രോപ്പറായിട്ടുള്ള ഈ മന്ത് എൻഡ് ആയി കഴിഞ്ഞാൽ ഈ സെയിൽസ് ക്ലോസിങ് ഡേറ്റ്സ് 2-3 ദിവസം, ആ സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ടല്ല വീട്ടിൽ ബിഹേവ് ചെയ്യുന്നത്. ഈ സെയിൽസ് പ്രഷർ കാരണം കൊണ്ടേ. അപ്പോൾ എൻ്റെ വൈഫ് ആ സമയത്തൊന്നും ചോദിക്കില്ല, എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ പോലും ചോദിക്കില്ല. കാരണം ചോദിച്ചാൽ എന്താ ഉണ്ടാവുക എന്ന് അറിയാതുകൊണ്ട്. അപ്പോൾ ഞാൻ തന്നെ അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഈ മന്ത് എൻഡ് ആകുമ്പോഴേക്കും ഒരു പ്രഷർ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ബിൽഡ് ചെയ്യും. ആ പ്രഷർ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലേ ഫിസിക്സിലൊക്കെ പറയുന്നത്, അത് സ്ട്രെസ്സും സ്ട്രെയിനും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പ് മാറില്ലേ അല്ലേ? അങ്ങനെയല്ലേ ഫിസിക്സിൽ യങ്സ് മോഡുലസ് എന്നൊക്കെ പറയില്ലേ, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചില സംഗതികളുണ്ട്. അപ്പോൾ നമ്മുടെ ഷേപ്പ് മാറുക ആ സമയത്ത് സ്ട്രെസ് കൊണ്ടേ. പക്ഷേ എന്താണ് ആക്ച്വലി അത്ഭുതകരമായിട്ടുള്ള സംഗതി എന്ന് വെച്ചാൽ, ഞാൻ ഈ എക്സ്പോഷറിന് വിചാരിച്ച് ഞാനിത് സെക്കൻഡ് മന്തിൽ ഞാനത് ഫീൽ ചെയ്തില്ല.
പിന്നീടുള്ള എൻ്റെ ലൈഫിൽ ഞാൻ അവസാനം വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത ജനറൽ മാനേജറായിട്ട് ഒരിക്കൽ പോലും എനിക്ക് ഈ സ്ട്രെസ് ഫീൽ ചെയ്തിട്ടില്ല. അതായത് ഫസ്റ്റ് 3 സിറ്റിങ്സിൽ തന്നെ അത് മാറി ആ അതായത് അത് ഓട്ടോമാറ്റിക് ആയിരുന്നു ആക്ച്വലി. ഓട്ടോമാറ്റിക്കായിട്ട് ഇറ്റ് ഈസ് റിവോൾവ് നമ്മുടെ ഉള്ളിൽ നിന്ന് പോയത്. അപ്പോൾ അതുകൊണ്ട് ഒഫീഷ്യൽ ലൈഫിൽ പിന്നീട് എനിക്കൊരു പ്രോബ്ലമായിട്ട് തോന്നിയിട്ടില്ല. ടു ദ നെക്സ്റ്റ് എൻ്റെ ബോസ് പറയും മന്ത് എൻഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാസ്റ്റർ ഉണ്ട്, ഞാൻ ആരോടൊക്കെ പോയി പറയാം. കാരണം ഞാനൊരു ജോലി ഉണ്ട് എന്നുള്ള ഇല്ലാത്ത രീതിയിലിരിക്കുക എപ്പോഴും. കാരണം അതിൻ്റെ സ്ട്രെസ് അതിന് കാരണം ഇതാണ്. അപ്പോൾ ഒരു ടോട്ടൽ ലൈഫിൻ്റെ ടേക്ക് ഓവറാണ് ഞാൻ ഹാർട്ട്ഫുൾനെസ്സിൽ ഞാൻ കണ്ടത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു തരം റിഗ്രറ്റോ അല്ലെങ്കിൽ വേറെ ഒരു തരത്തിലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും എനിക്ക് അനുഭവപ്പെട്ടില്ല. നമ്മൾ ലൈഫിലെ പ്രോബ്ലംസ് ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ അതിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് സൊല്യൂഷൻ എമേർജ് ചെയ്യണത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ. അതാണ് ആ ഒരു ലൈഫ് ലോങ് ഗൈഡൻസ്. നമുക്ക് മാസ്റ്ററുടെ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ശബ്ദം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സെക്യൂരിറ്റി നഷ്ടപോലെ സൈലൻസിൽ സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ദാറ്റ് സൈലൻസ് സെക്യൂരിറ്റി ഈസ് ഓൾവേസ് ദെയർ ഇൻ അവർ ലൈഫ്. പിന്നെ മോഹനേട്ടൻ എപ്പോഴും ഈ സദസ്സുകളിലൊക്കെ എത്ര വാചാലനായിട്ടാണ് സംസാരിക്കുന്നത്. ഈ പഴയ പുരാണ കഥകളൊക്കെ സംയോജിപ്പിച്ചിട്ടാണല്ലോ ആത്മീയ ഐഡിയാസൊക്കെ എല്ലാവരോടും പറയുക. അതെങ്ങനെയാണ് അത് വന്നത്? ആ കഥകളൊക്കെ എങ്ങനെയാണ് ചെറുപ്പത്തിലേ തന്നെ കേട്ടുപഠിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു? കഥകളൊക്കെ ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ സംസാരിക്കാൻ ഞാനങ്ങനെ സംസാരിക്കുന്ന ഒരു സ്പീക്കറൊന്നുമല്ല. ഞാൻ ആദ്യമായിട്ട് സംസാരിച്ചു ഹാർട്ട്ഫുൾനെസ് വേദിയിലാണ് ശരിക്കും പറഞ്ഞാൽ. അത് മാസ്റ്റർ പിന്നീട് ഒരിക്കൽ തൃശ്ശൂരിൽ വന്ന സമയത്ത് ആമ്പല്ലൂർ എന്ന് പറഞ്ഞൊരു ചെറിയൊരു സെൻറ്റർ വിസിറ്റ് ചെയ്തു അത്. അപ്പോൾ ആ സമയത്ത് മാസ്റ്റർ അവിടെ ഒരു സത്സംഗം കണ്ടക്ട് ചെയ്തിട്ട് അദ്ദേഹം പാലക്കാട്ടേക്കുള്ള യാത്രയിലായിരുന്നു. അപ്പോൾ എല്ലാ അഭ്യാസികളൊക്കെ അവിടെ സാധാരണ മില്ല് തൊഴിലാളികളാണ് അവിടുത്തെ അഭ്യാസികളൊക്കെ. ചെറിയ സെൻറ്ററാണ്. അപ്പോൾ അവിടുത്തെ അഭ്യാസികളുടെ ആ ലവ് ആ സ്നേഹത്തിൻ്റെ ഇൻറ്റൻസിറ്റിയിലാണ് അദ്ദേഹം അവിടെ കയറാമെന്ന് പറഞ്ഞത്. ആലുവ ആശ്രമത്തിൽ നിന്ന് പാലക്കാട്ടിലേക്ക് പോണ സമയത്ത് ചെറിയ സെൻറ്ററിൽ കയറാമെന്ന് അദ്ദേഹം തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. അപ്പോൾ സത്സംഗം കണ്ടക്ട് ചെയ്തു. മാസ്റ്റർ അവിടെ ഇരുന്നു. ഹി വാസ് ഫീലിംഗ് വെരി ഹാപ്പി ആ അവിടുത്തെ കണ്ടീഷനും അഭ്യാസികളുടെ സ്നേഹമൊക്കെ. അപ്പോൾ അഭ്യാസീസ് പറഞ്ഞു, മാസ്റ്റർ എന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞു, സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ മാസ്റ്റർ പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞാലോ മലയാളത്തിൽ അല്ല ഹിന്ദിയിലോ തമിഴിലോ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഹീ വിൽ സ്പീക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ ചൂണ്ടിയിരുന്നു, യു സ്പീക്ക് എന്ന് പറഞ്ഞു. അതായിരുന്നു എൻ്റെ ഹാർട്ട്ഫുൾനെസ്സിലെ ആദ്യത്തെ സ്പീച്ച്. അപ്പോൾ മാസ്റ്റർ സംസാരിക്കാൻ പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു. എന്തിനെ കുറിച്ചാണ് ഇപ്പോൾ അപ്പോൾ സംസാരിച്ചത് മാസ്റ്റർ പറഞ്ഞ കാര്യം തന്നെയാണ് സംസാരിച്ചത്. പ്രധാനമായിട്ടും പറഞ്ഞത് മാസ്റ്റർ ഒരിക്കൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, മലയാളിയുടെ തല എന്ന് പറഞ്ഞാൽ കോക്കനട്ട് മാതിരിയാണ്, വെരി ഡിഫിക്കൽട്ട് ടു ബ്രേക്ക്. അതുപോലെ മലയാളീസും ബംഗാളീസും ഒരേമാതിരി ഈ കാര്യത്തിൽ നിന്ന് ഇൻ്റലക്ച്വൽ അരഗൻസ്. അപ്പോൾ ഇൻ്റലക്ച്വൽ അരഗൻസ് നമുക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഒരു ഇതാണ് എന്ന് മാസ്റ്റർ പറഞ്ഞു. അപ്പോൾ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഞാൻ പറഞ്ഞത് ഞാൻ പിന്നീട് കേട്ട ആളുകളോട് ചോദിക്കുക എന്തായിരുന്നു ആക്ച്വലായിട്ട് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് ആ സമയത്ത് നാളികേരത്തിന് വില കുറഞ്ഞ സമയമായിരുന്നു. ഞാൻ പറഞ്ഞു, മാസ്റ്റർ ഇപ്പോൾ നാളികേരത്തിന് വിലയില്ല, അപ്പോൾ അതുകൊണ്ട് മാസ്റ്റർ പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ മാറി എന്നർത്ഥം. കാരണം നാളികേരം ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞില്ലേ, പക്ഷേ നാളികേരത്തിൻ്റെ വാല്യൂ കുറഞ്ഞു പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് സംസാരിച്ചത്. അത് കഴിഞ്ഞ് ഞാനൊരു 10-15 മിനിറ്റ് നേരം സംസാരിച്ചു. അതാണ് ആദ്യത്തെ പബ്ലിക് സ്പീച്ച് ഈ ഹാർട്ട്ഫുൾനെസ്സിൽ. അത് കഴിഞ്ഞിട്ട് മാസ്റ്റർ മൈക്ക് വാങ്ങിയിട്ട് 35 മിനിറ്റ്സ് സംസാരിച്ചു തമിഴിൽ. ബ്യൂട്ടിഫുൾ സ്പീച്ച്. അപ്പോൾ ഈ സ്പീച്ചിനെ കുറിച്ച് അപ്പം നമ്മൾ ഒരു സ്പീച്ച് പറയുക എന്നുള്ള എന്താ പറയുക, ഒരു ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഒരു ഇൻസ്പിറേഷനാണത് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മാസ്റ്ററിൻ്റെ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, നോളജ് യു ഹാവ് ടു അക്വയർ, സ്പീക്കർ ഐ വിൽ മേക്ക് ഔട്ട് ഓഫ് യു. നമുക്ക് സ്പീക്കറാക്കിയിട്ട് നമ്മളെ പറ്റില്ല. മാസ്റ്റേഴ്സ് നമ്മുടെ ഉള്ളിൽ നമ്മളെ ഇൻസ്പയർ ചെയ്താലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അവിടെ ഹാർട്ട്ഫുൾനെസ്സിൽ. ബട്ട് അഡിക്വേറ്റ് നോളജ് നമ്മൾ അക്വയർ ചെയ്യണം. അപ്പോൾ അതാണ് അതിൻ്റെ കാരണം. അത് നമ്മുടെ ഉള്ളിൽ അതിൻ്റെ പല കാര്യങ്ങളും ഉണ്ട്, പക്ഷെ അതിനെ പ്രോപ്പറായിട്ട് ഫ്രേസ് ചെയ്ത് എപ്പോൾ പറയണം എന്നുള്ളത് മാസ്റ്റേഴ്സ് നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അത് വെച്ചാൽ അതിനും നമ്മൾ അദ്ദേഹത്തിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് പറ്റില്ല എന്നർത്ഥം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ഡിപ്പെൻഡൻസ് ഇല്ലാത്തൊരു കാര്യം നമുക്ക് കാണാൻ സാധ്യമല്ല ശരിക്കും.
ഈ മോനേട്ടൻ ഇപ്പോൾ പറഞ്ഞല്ലോ ആഡിക്വേറ്റ് നോളേജ് നമുക്ക് ഉണ്ടാവണം. ആ രീതിയിൽ മോനേട്ടൻ്റെ സ്വന്തം ശ്രമങ്ങൾ എങ്ങനെയാണ്? സ്വന്തം ശ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഈ വിവേകാനന്ദൻ്റെ സൂക്തങ്ങളാണ് ഞാൻ ആദ്യം വായിച്ചിട്ടുള്ളത്. വിവേകാനന്ദ സൂക്തം ചെറിയൊരു 5 രൂപയുടെ ബുക്കുണ്ട്. അതിൽ ഓരോ സെൻറ്റൻസും ഭയങ്കര, അപ്പോഴാണ് എനിക്ക് വിവേകാനന്ദ സ്വാമികളിൽ ഇത്രമാത്രം ഇൻസ്പയറിംഗ് ആണ്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് വിവേകാനന്ദ എല്ലാ വോളിയും വായിച്ചു, രാമകൃഷ്ണ വചനാമൃതം. അപ്പോൾ ഇതൊന്നൊന്നും വേറൊന്നിലേക്ക് ഇങ്ങനെ ലീഡ് ചെയ്യണതാണ്. ബുദ്ധാസ് ഫിലോസഫി, അതുപോലെ ജയകൃഷ്ണമൂർത്തി, ഈ കോളേജ് പഠിക്കുന്ന കാലത്ത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിരുന്ന ഒരു ആളാണ്. അതായത് നമ്മൾ യാതൊരു തരത്തിലുള്ള മുൻവിധികളും കൂടാതെ കാര്യങ്ങളെ എങ്ങനെ നോക്കിക്കാണണം എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണ ഒരാളത്. അപ്പോൾ അദ്ദേഹം എന്താ പറയുക വെച്ചാൽ, നിങ്ങൾ യു ആർ ഐദർ ജഡ്ജിങ് ഓർ ഇവാലുവേറ്റിംഗ് ഓർ കോൺട്രഡിക്റ്റിങ്, ഇതാ ചെയ്യണം. അപ്പോൾ ആക്ച്വലി നോട്ട് ലിസണിങ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ പ്രജുഡീസ് എന്ന് പറയുന്നത് നമ്മുടെ മുൻവിധി നമ്മളെ പെർസെപ്ഷനെ എത്രമാത്രം ബാധിക്കണമെന്നുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മുടെ മുൻവിധികൾ നമ്മളെ പെർസെപ്ഷനെ ബാധിക്കും, എങ്ങനെ ഇത് റിമൂവ് ചെയ്യാം? ആ ഹാർട്ട്ഫുൾനെസ്സിൽ വരുമ്പോഴാണ് ആ ക്ലീനിങ് മെത്തേഡിൽ നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ പ്രജുഡീസസ് ആണ്. അപ്പോൾ റിയാലിറ്റീനെ അതുപോലെ തന്നെ നോക്കി കാണാനുള്ള ഒരു രീതി. അപ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ വായിച്ചിട്ടുള്ള നോളജുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഒരു പരിസമാപ്തി എന്ന് പറയുന്നത് എന്താ? മാസ്റ്റേഴ്സിൻ്റെ പെർസെപ്ഷനിൽ കൂടെ അതിനെ കാണുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾ എന്ത് വായിച്ചാലും, ഇപ്പോൾ മഹാഭാരതം വായിച്ചു അല്ലെങ്കിൽ രാമായണം വായിച്ചു, നമ്മളതിൻ്റെ ഒരു പരിപൂർണത, അതിൻ്റെ ആക്ച്വൽ എസെൻസ് കിട്ടണമെങ്കിൽ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അത് നോളജ് ലെവലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന് ഡെപ്ത് ഉണ്ടാവില്ല, അതിന് എക്സ്പീരിയൻസിൻ്റെ ഒരു ഇതില്ല. അപ്പോൾ നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിൽ എന്താ ആക്ച്വലി നോളജിന് ബേസിക് നോളജ് മാത്രമേ ഉള്ളൂ, മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യുക എന്നുള്ളത്. റെസ്റ്റ് എവറിത്തിങ് ഈസ് എക്സ്പീരിയൻസ് അല്ലേ? അതുപോലെ നോളജ്, അതായത് നോളജ് ആൻഡ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒന്ന് എക്സ്പീരിയൻസ് ആണ്, മറ്റത് നോളജാണ്. അപ്പോൾ നോളജ് അക്വയർ ചെയ്യാം, നമുക്ക് അക്വയർ ചെയ്യാം, ബട്ട് സ്പീക്കർ ഹി ഹാസ് ടു മേക്ക് ഔട്ട് ഓഫ് us. അങ്ങനെയാണ് അതിൻ്റെ ട്രാൻസിഷൻ. എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അതാണ് ഓക്കെ, ആ ഓതൻറ്റിസിറ്റി വരുള്ളൂ അന്നേരം. ഓക്കെ, മോനേട്ടൻ ഈ സാധനയൊക്കെ തുടങ്ങിയ സമയത്ത് കുടുംബത്തിൽ നിന്നും സുഹൃത്ത് വലയത്തിൽ നിന്നൊക്കെ ഉള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അതെ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ. കാര്യമായിട്ട് ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലൊന്നും വേറെ അഭ്യാസിച്ചില്ല. ഞാൻ വന്നതിൻ്റെ ശേഷം 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് എൻ്റെ വൈഫ് വന്നത്. ഷി വാസ് എക്സ്പെരിമെൻറ്റിങ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, വളരെ നല്ലതാണെന്ന് പറഞ്ഞു. അതിന് വലിയ അറ്റൻഷനൊന്നും കൊടുത്തില്ല. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ സത്സംഗത്തിന് മുമ്പ് പറഞ്ഞു, ഞാനിതൊന്ന് ട്രൈ ചെയ്താലോ, വൈ നോട്ട്, അങ്ങനെയാണ് വന്നത്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പ്രിസെപ്റ്റേഴ്സ് ആയത്. അപ്പോൾ എൻ്റെ സീനിയോറിറ്റി പോയി. 1 കൊല്ലം മുമ്പ് ഞാൻ വന്നതാണ്, പക്ഷേ രണ്ടുപേരും ഒരുമിച്ചാണ് പ്രിസെപ്റ്റേഴ്സ് ആയത്. അപ്പോൾ മറ്റുള്ള ആളുകൾ ഇതിനെ നോക്കി കണ്ടുകൊണ്ടിരുന്നു, പക്ഷെ എനിക്കൊരു പ്രോബ്ലമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടിരിക്കുന്നത് കൂടുതൽ ഫേവറബിളായിട്ട് ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ സിസ്റ്റർ വന്നു, പിന്നീട് എനിക്കൊരു സിസ്റ്റർ ഹസ്ബൻഡ്, അവരുടെ ഫാമിലി വന്നു, വൈഫിൻ്റെ ഫാമിലി, അങ്ങനെ കൂടുതൽ ആൾക്കാർ വരുന്നതായിട്ട് ഞാൻ കണ്ടിരിക്കുന്നു. പക്ഷേ ആർഡൻ്റായിട്ട് വരാത്ത ആളുകളും ഉണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഞാൻ നോട്ട് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ തുടക്കത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് പല കാര്യങ്ങളിലും ഇവർ വേറെ എന്തോ ഒരു പ്രത്യേക മെത്തേഡ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ള ഒരു ഫീലിംഗ് ആയിരുന്നെങ്കിലും സ്ലോലി അത് ചേഞ്ച് ചെയ്തിട്ട് വീട്ടിലെ പല കാര്യങ്ങൾക്കും നമ്മുടെ ഒപ്പീനിയൻ എന്താ എടുക്കാമെന്നുള്ള സ്ഥിതി വന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കാം, എന്തൊക്കെ മെഡിറ്റേഷനോ എന്തൊക്കെ ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ അവർക്ക് സ്ലോലി അവരെ ഹെൽപ്പ് ചെയ്യണതാണ്, അല്ലാണ്ട് നമ്മളവരിന്ന് ഒരു സെപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല എന്നുള്ള ഒരു ഫീലിംഗ് വരുന്ന സമയത്ത് ആക്ച്വലി നമ്മുടെ ഒപ്പീനിയൻ എടുക്കും അതിന് ശേഷം. അപ്പോൾ എനിക്കത് ഒരു വലിയ പ്രോബ്ലമായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ നമ്മുടെ പ്രാക്ടീസസ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഇത് നമ്മുടെ റൂമിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നതല്ലേ, നമ്മളെ ചേഞ്ചസ് ആണ് ആക്ച്വലി വിസിബിളായിട്ട് കാണുന്നത്. അതിൻ്റെ പ്രാക്ടീസ് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതിയല്ലല്ലോ. ഈ പ്രാക്ടീസസ് മുഴുവൻ പേഴ്സണലല്ലേ. അപ്പോൾ ഏത് രീതിയിലാണ് മറ്റുള്ളവരെ ഇത് എഫക്റ്റ് ചെയ്യാന്ന് അങ്ങനെ തോന്നുന്നില്ല എനിക്ക്. മറ്റുള്ളവരെ പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാൻ വഴിയുള്ളൂ, നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാനുള്ള വഴിയില്ല. പലപ്പോഴും നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് വളരെ എഫക്റ്റീവാണ്, എന്തുകൊണ്ട് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് വരുമ്പോഴാണ് റെസിസ്റ്റൻസ് വരിക എന്ന് എനിക്ക് തോന്നി. അതർവൈസ് അത് സ്ലോലി ആ ആക്സെപ്റ്റൻസ് വന്നുകൊണ്ടിരിക്കും. ഈ വൈബ്രേഷൻസ് എല്ലാവർക്കും ഫീൽ ചെയ്യില്ലേ അല്ലേ? ജീവനില്ലാത്ത സാധനങ്ങൾക്ക് വരെ മനുഷ്യൻ്റെ വൈബ്രേഷൻസ് പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ പിന്നെ മനുഷ്യർക്ക് അറിയില്ല ഇതിൻ്റെ വൈബ്രേഷൻസ് എങ്ങനെയുണ്ടെന്ന്. ആ വൈബ്രേഷൻസിൽ മിസ്റ്റേക്സ് വരുമ്പോഴാണ് പലപ്പോഴും ഈ റെസിസ്റ്റൻസ് വരുന്നത് എനിക്ക് തോന്നിയത്. എനിക്കതൊരു പ്രോബ്ലമായിട്ട് തോന്നിയിട്ടില്ല. പ്രിസെപ്റ്റർ ആയത് ഏത് വർഷമായിരുന്നു? പ്രിസെപ്റ്റർ 2000.
അതിനുശേഷം എങ്ങനെയായിരുന്നു മോഹനേട്ടൻ്റെ അത് പ്രവർത്തനങ്ങളൊക്കെ? വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ബീയിങ് എ പ്രിസെപ്റ്റർ എന്ന് പറഞ്ഞ ഒരു മഹത്തായ അവസരമാണ് എനിക്ക് തോന്നുന്നു. ഉം. ഞാനതിന് നോക്കി കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിൽ എങ്ങനെയാണ്, നമ്മൾ എന്തെങ്കിലും റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രതീക്ഷിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കും അല്ലേ പറയുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? ഫലപ്രാപ്തി നമ്മൾ വിചാരിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളിലൊരു മുദ്ര ഉണ്ടാക്കുക. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് മുദ്ര ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ. അപ്പോൾ അതെങ്ങനെ റിവേഴ്സ് ചെയ്യാമെന്ന് വെച്ചാൽ, ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള ചില കർമ്മങ്ങൾ, മഹത്തായ കർമ്മങ്ങൾ കണ്ടെത്തി നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഒന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ ആ കർമ്മം ചെയ്യുന്നു. അപ്പോഴാണ് ഇത് റിവേഴ്സ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു പ്രിസെപ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നു, നമ്മൾ എന്താ അഭ്യാസിന്ന് എക്സ്പെക്റ്റ് ചെയ്യണം, ഒന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇതിലാകെ കൂടി നമ്മൾ മാസ്റ്ററോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ ഐ ലവ് ഹിം സോ ഐ വർക്ക് ഫോർ ഹിം, ഇത്രയേ ഉള്ളൂ. ഒന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല വർക്ക് ചെയ്യുന്നു. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഇല്ലാത്ത ഒരേ ഒരു വർക്ക് പ്രിസെപ്റ്റർ വർക്കാണ്. ഇന്നവേ അഭ്യാസിക്കും പ്രിസെപ്റ്റർക്കും ഇംപ്രഷൻസ് നിന്ന് പുറത്തു വരാനുള്ളൊരു അവസരമല്ലേ അത്, അല്ലേ? അതായത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഞാൻ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, അപ്പോൾ അത് ഇംപ്രഷൻ ഫോം ചെയ്യില്ല. അഭ്യാസത്തിന് മേലെ വി ആർ വർക്കിംഗ് ടു റിമൂവ് ഇംപ്രഷൻസ്. അപ്പോൾ എത്ര മഹത്തായ ഒരു പരിപാടിയായ ഒരു പ്രിസെപ്റ്ററും അഭ്യാസിയും കൂടി ഇരുന്ന് സിറ്റിങ്സ് എടുക്കണമെന്നുള്ള സംഗതി. അപ്പോൾ ഞാനതിനെ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഏറ്റവും മഹത്തായ ഒരു അവസരമാണത് ശരിക്കും പറഞ്ഞാൽ. അതായത് ഇപ്പം മാസ്റ്റേഴ്സിനെ പല സ്ഥലത്തും പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഓരോ ജോബിലും ഓരോ ഗ്രഡേഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ഓഫീസിൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യും, കുറച്ച് കഴിഞ്ഞ് നമുക്ക് സൂപ്പർവൈസറാവും, അല്ലെങ്കിൽ വേറൊരു പോസ്റ്റിൽ. ഇത് സ്വാഭാവികമാണ്. കുറേ കഴിഞ്ഞാൽ അത് ഇല്ലെങ്കിൽ നമുക്കൊരു സ്ട്രെസ് ഫീൽ ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നോർമലായിട്ട് ഉള്ള എവല്യൂഷൻ ജോലിയിലായാലും എന്തിലായാലും എവല്യൂഷൻ ഓട്ടോമാറ്റിക്കാണ് ശരിക്കും പറഞ്ഞാൽ, എല്ലാ ഏരിയയിലും. അപ്പോൾ ജോബിലുള്ളൊരു ഓട്ടോമാറ്റിക് എവല്യൂഷൻ ഉണ്ട് നമ്മുടെ ലൈഫിൽ. അപ്പോൾ ജോലിയിൽ ഒരു ഉയർച്ച അല്ലെങ്കിൽ വേറെ ജോലി, അങ്ങനെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉന്നതമായ ജോലികൾ ഇങ്ങനെ ഹയർ വർക്ക് ചെയ്യുക എന്നുള്ളതല്ലേ നമുക്ക്. ഒരു പ്രിസെപ്റ്റർ വർക്കിനെയൊക്കെ ഹയർ വർക്ക് എന്താ ഉള്ളത്? അപ്പോൾ മാസ്റ്റേഴ്സ് പറയാം, നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ കപ്പാസിറ്റി നമ്മൾ കൂടി വരുന്നു. അങ്ങനെ കപ്പാസിറ്റി കൂടി വന്നിട്ട് ഈശ്വരൻ അദ്ദേഹത്തിൻ്റെ വർക്ക് തന്നെ നമ്മൾ ഏൽപ്പിക്കുന്നു. അതല്ലേ പ്രിസെപ്റ്റർ വർക്ക്. ഇറ്റ്സ് വർക്ക് ഓഫ് ദ നേച്ചർ, വർക്ക് ഓഫ് ദ മാസ്റ്റർ അല്ലേ. അപ്പോൾ അതിലും ഹയർ വർക്ക് ഏതാണുള്ളത്? അപ്പോൾ ജോലിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹയർ ആയിട്ടുള്ളൊരു ഗ്രഡേഷനല്ലേ പ്രിസെപ്റ്റർ വർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക? നമ്മൾ ഗ്രേറ്റ്ഫുൾനെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു പ്രിസെപ്റ്റേഴ്സ് ലൈഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ആ ഗ്രേറ്റ്ഫുൾനെസ്സോട് കൂടി വർക്ക് ചെയ്യാനല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഞാനതൊരു മഹത്തായ അവസരമായിട്ടാണ് കാണുന്നത്. സോണൽ ഇൻചാർജ് ആയിരുന്നല്ലോ മോഹനേട്ടൻ പിന്നീട്, അതായത് കേരളം മുഴുവനും കേരളത്തിലുടനീളം യാത്രകളൊക്കെ നടത്തിയിരുന്നു. എങ്ങനെയായിരുന്നു ആ സമയത്ത് ഒരു പ്രവർത്തന രീതി? അത് ഞാൻ സോണൽ ഇൻചാർജ് ആവുന്നതിന് മുമ്പ് ഞാൻ പലപ്പോഴും ഈ ഹാർട്ട്ഫുൾനെസ്സിൽ ഞാൻ ഒരുപാട് ഹാർട്ട്ഫുൾനെസ്സിനെ സ്വന്തം ലൈഫിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് കേട്ടിട്ടുള്ളൂ. അങ്ങനെയുള്ള പല പ്രിസെപ്റ്റേഴ്സിൻ്റെ ഒന്നും ഞാൻ പറഞ്ഞില്ല. എൻ്റെ ആദ്യത്തെ പ്രിസെപ്റ്റർ ഫസ്റ്റ് സിറ്റിംഗ് തന്ന ആൾ. അതുപോലെ സോമകുമാർ സാർ, അദ്ദേഹമായിരുന്നു കേരളത്തിൻ്റെ ആദ്യത്തെ സോണൽ ഇൻചാർജ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ വളരെ ശ്രദ്ധാലുവായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ യാത്ര ചെയ്യാറുണ്ട്. പിന്നെ അതിനുശേഷം വന്ന രവീന്ദ്രനാഥൻ, അദ്ദേഹം സോണൽ കോർഡിനേറ്റർ. ഇവർ രണ്ടുപേരുടെ കൂടെ ഞാൻ കേരളത്തിൽ പല സ്ഥലത്തും യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ രണ്ടുപേരുടെ ഇൻട്രാക്ഷൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർ വളരെ നന്ദിയോടുകൂടി സ്മരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ബ്രദർ സോമകുമാറും അതുപോലെ തന്നെ രവിയേട്ടനും. രവിയേട്ടൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. രവിയേട്ടന് ശേഷമാണ് ഞാൻ സോണൽ കോർഡിനേറ്ററായിട്ട് വന്നത്. അപ്പോൾ ഇവരെ കൂടെ യാത്ര ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മുഴുവൻ ഈ ഹാർട്ട്ഫുൾനെസ് കാര്യങ്ങൾ മാത്രം. വളരെ വ്യത്യസ്തമായിട്ടുള്ള സെൻറ്ററുകളിൽ വിസിറ്റ് ചെയ്യുക. അവിടെ ഓരോ ഹാർട്ടിനെയും മാസ്റ്റേഴ്സ് എന്ന് പറയുക, ഓരോ റിമോട്ട് പ്ലേസിലും കൂടി പോണ സമയത്ത് അവിടുത്തെ ഓരോ ഹാർട്ടിനെയും മാസ്റ്റേഴ്സ് ടച്ച് ചെയ്യുന്നതാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത്. അപ്പോൾ മാസ്റ്റർ തന്നെ ഒരു ഡിഫറെൻറ്റ്, യു ആർ സീയിങ് യുവർ ബിലവഡ് ഇൻ എ ഡിഫറെൻറ്റ് കോസ്റ്റ്യൂം. അതുപോലെ ഈ അഭ്യാസിസിനെ കാണുമ്പോൾ എനിക്കിത് വളരെ ത്രില്ലിങ് എക്സ്പീരിയൻസാണ്. അപ്പോൾ അതുപോലെ ബ്രദർ സോമകുമാറും രവിയേട്ടനായാലും അവരുടെ പേഴ്സണൽ ലൈഫിൽ ഈ ഹാർട്ട്ഫുൾനെസ് പ്രിൻസിപ്പിൾസിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വളരെ മനോഹരമായിട്ട് സിമ്പിളായിട്ട് ലാംഗ്വേജിൽ അവർ പറയും. അപ്പോൾ അത് എന്നെ ഒരുപാട് എൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ എന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് സീനിയർ പ്രിസെപ്റ്റേഴ്സ്. അപ്പോൾ അവരെ ഈ അവസരത്തിൽ ഞാൻ അവർ നന്ദിയോടുകൂടി സ്മരിക്കുന്നു.
മോഹൻ്റെ ചാരിജിയായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കുറച്ച് പറയാമോ? ആ സ്റ്റോറി കുറേ ഉണ്ടാവുമല്ലോ. എല്ലാം എന്താ പറയുക, നമ്മൾ വളരെ സീക്രട്ട് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെ സീക്രട്ടും ഉണ്ടോ? സീക്രട്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ എക്സ്പീരിയൻസ് പറയാൻ വരുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ കുറച്ച് ഷൈ ആയിരിക്കും. 1-2 ഇൻട്രാക്ഷനിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിനോട് നമ്മുടെ മണപ്പക്കത്ത് അവിടെ പുറത്ത് മാസ്റ്റർ വന്നിരുന്ന ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഈ ഹൊറോസ്കോപ്പിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പകാലങ്ങളിൽ. അപ്പോൾ അതിൽ BV രാമൻ്റെ ആസ്ട്രോളജിക്കൽ മാഗസിനൊക്കെ വാങ്ങി വായിക്കാറുണ്ടായിരുന്നു ഞാൻ. വലിയ വലിയ ആൾക്കാരുടെ ഹൊറോസ്കോപ്പ് അദ്ദേഹം ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ഹാർട്ട്ഫുൾനെസ്സിൽ എന്താ പറയുന്നത്, ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ റിമൂവിങ് യുവർ സംസ്കാരാസ് അല്ലേ. അപ്പോൾ നമുക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ഡെസ്റ്റിനി ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അതിന് പുറമെ ദാജി ഡിസൈനിങ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞിട്ട് ഒരു ഗംഭീര പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഡെസ്റ്റിനി ഇല്ല, ഡെസ്റ്റിനി ക്യാൻ ബി ചേഞ്ച്. അപ്പോൾ മാസ്റ്റർ അടുത്ത് ഞാൻ അങ്ങനെ ഒരു ചാരിജിയുടെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ഹൊറോസ്കോപ്പ് വർക്ക് ചെയ്യുമോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആൻസർ നല്ല രസമായിരുന്നു. ഹൊറോസ്കോപ്പ് വിൽ വർക്ക് ഇഫ് യു ഡോണ്ട് വർക്ക്. ഹൊറോസ്കോപ്പ് വിൽ വർക്ക്, നീ വർക്ക് ചെയ്തില്ലെങ്കിൽ ഹൊറോസ്കോപ്പ് വർക്ക് ചെയ്യും, ആരെങ്കിലും ഒരാൾ വർക്ക് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ ഒരു ഇൻസ്പയറിങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അതോടുകൂടി ഞാൻ ഈ പരിപാടികൾ കംപ്ലീറ്റ് നിർത്തി. അതിലേക്ക് ഞാൻ പിന്നെ നോക്കാറില്ല. അതായത് നമ്മളെ ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ സംസ്കാരങ്ങൾ നീക്കം ചെയ്ത സമയത്ത് പിന്നെ നമ്മളെ ഡെസ്റ്റിനി ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ മാസ്റ്ററാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഫിക്സ്ഡ് ഡെസ്റ്റിനിയുടെ കൂടെ അല്ലെങ്കിൽ ഹൊറോസ്കോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഒരു അഭ്യാസിയുടെ ലൈഫിൽ ഇതിന് സിഗ്നിഫിക്കൻസ് ഇല്ല. സാധാരണ ആളുടെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഒരു അഭ്യാസിയുടെ ലൈഫിൽ സംബന്ധിച്ചിടത്തോളം ഹൊറോസ്കോപ്പിന് സിഗ്നിഫിക്കൻസ് ഇല്ല. എന്താ കാരണം, ഇദ്ദേഹത്തിനൊരു പുതിയ ഹൊറോസ്കോപ്പ് മാസ്റ്റർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പ്രൊവൈഡഡ് നമ്മളെ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയറും ഗോൾ ഓറിയൻറ്റേഷനും അതിനനുസരിച്ചാവണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ റോള് നമ്മൾ പ്ലേ ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മുടെ ഡെസ്റ്റിനി ഫിക്സ് ചെയ്യുന്നത് മാസ്റ്റേഴ്സാണ്. അതിന് വേറൊരു ഉദാഹരണം ഞാൻ പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ, ഒരിക്കൽ തിരുപ്പൂർ ഒരു ഇൻസിഡൻറ്റ് പറയാം. തിരുപ്പൂർ ഒരിക്കൽ മാസ്റ്റർ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം ചുറ്റും ആളുകളിരുന്ന് കുറച്ച് നേരം ഡിസ്കഷനൊക്കെ ഉണ്ടാവാറുണ്ട്. ഡൈനിങ് ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അഭ്യാസികളുള്ളിലേക്ക് വരും. എന്നിട്ട് അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ. അപ്പോൾ ഒരു ഫോറിൻ ലേഡി, വിദേശ വനിത, അദ്ദേഹത്തിനോട് ചോദിച്ചു, മാസ്റ്റർ ഈയിടെയായിട്ട് വൺ ഗോസ്റ്റ് ഈസ് അറ്റാക്കിങ് മീ എന്ന് പറഞ്ഞു അവർ. മാസ്റ്റർ ഗോസ്റ്റ് പറഞ്ഞിട്ട് ഒന്ന് ചാരിജിയുടെ ഇത് കണ്ടിട്ടില്ലേ, എക്സ്പ്രഷനില്ലേ, ഭയങ്കര രസമാണ് കേട്ടും. അങ്ങനെയല്ലേ ആ എക്സ്പ്രഷനൊക്കെ അതേപോലെ കാണിക്കും. അപ്പോൾ അത് ഗോസ്റ്റ് ഈസ് അറ്റാക്കിങ് യു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ചിരിച്ചു, അതിന് സൈലൻ്റായി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ആ പ്രൊഫൗണ്ട് സൈലൻസ് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ അഭ്യാസിയോട് പറഞ്ഞു, ഹൗ ക്യാൻ ദ ഗോസ്റ്റ് അറ്റാക്ക് യു അഫക്റ്റ് യു വിത്തൗട്ട് അഫക്റ്റിംഗ് മീ? ഹൗ ക്യാൻ ദ ഗോസ്റ്റ് അഫക്റ്റ് യു വിത്തൗട്ട് അഫക്റ്റിംഗ് മീ? എന്നെ അഫക്റ്റ് ചെയ്യാണ്ട് നിന്നെ എങ്ങനെ അത് അഫക്റ്റ് ചെയ്യുന്നു? അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല, അത് എന്താ അത് മാസ്റ്റർ പറയണത്. ഐ വാസ് മെഡിറ്റേറ്റിംഗ് ഓൺ ഇറ്റ്. എന്താണ് അത് അദ്ദേഹം പറയുന്നത്? അതായത് അഭ്യാസിയെ അഫക്റ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് അത് മാസ്റ്ററെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നീട് എനിക്ക് അതിൻ്റെ പ്രൊഫൗണ്ട് മീനിങ് എനിക്ക് റിവീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഒരു അഭ്യാസിയുടെ എല്ലാ സംസ്കാരത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയും മാസ്റ്റേഴ്സ് എടുക്കുന്നു. അവരത് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു പ്രസാദമാതിരി എൻ്റെ ചെറിയ പാർട്ട് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. നമ്മൾ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത്. അപ്പോൾ എൻ്റെ ചെറിയ പാർട്ട് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ ലൈഫ്. അപ്പോൾ ആക്ച്വലി നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അഭ്യാസിയുടെ ലൈഫിൽ പറയും. അഭ്യാസിയുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഞാൻ അഭ്യാസിയായിട്ട് എന്താ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കില്ലേ. ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഹോൾ ലൈഫിൻ്റെ സാംസ്കാരിക് ലോഡ് എടുത്തിട്ട് അതിൻ്റെ ചെറിയൊരു പാർട്ട് പ്രസാദമാതിരി നമുക്ക് തന്നിരിക്കുക, നമുക്കത് അണ്ടർഗോ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് അത് നീക്കം ചെയ്യാത്തത്? അത് നീക്കം ചെയ്താൽ ലൈഫ് അവിടെ അവസാനിക്കും. ലൈഫ് കുറയ്ക്കേണ്ട പരിപാടി ഹാർട്ട്ഫുൾനെസ്സിൽ ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ നോർമൽ ഡ്യൂറേഷൻ ഓഫ് ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ചില സംസ്കാരങ്ങൾ ആവശ്യമുണ്ട്. അത് പ്രസാദമായിട്ടാണ് മാസ്റ്റേഴ്സ് തന്നിരിക്കുന്നത്. പ്രസാദം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അമ്പലത്തിലേക്ക് പോയ പ്രസാദം എങ്ങനെ ഉണ്ടാക്കുക? നമ്മളവിടെ കൊണ്ടുകൊടുത്തു, അത് ഈശ്വരന് സമർപ്പിച്ച് അതിൻ്റെ ചെറിയ പാർട്ട് നമുക്ക് തിരിച്ചു തരില്ലേ. മേജർ പാർട്ട് അവിടെ എടുക്കും. ഇപ്പം അങ്ങനെയല്ല, തിരിച്ചാ
അല്ലെങ്കിൽ വിഗ്രഹത്തിലൂടെ അത് ഒഴിച്ച് ബാക്കി വരുന്നത് എടുത്തു തരാമെന്നല്ലേ പ്രസാദം. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രാരാബ്ദങ്ങളും ഈശ്വരന് നമ്മൾ സമർപ്പിക്കുന്നു, ഗുരുവിന് സമർപ്പിക്കുന്നു. അതിൻ്റെ ഒരു ചെറിയ പാർട്ട് ബാക്കിയുള്ള ലൈഫും കൂടി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നമുക്ക് തിരിച്ചു തരുന്നു. അപ്പോൾ പ്രസാദത്തിനെ എങ്ങനെ നമ്മൾ കാണണം, ആ രീതിയിലാണ് ലൈഫ് എക്സ്പീരിയൻസിനെ നമ്മൾ കാണേണ്ടത്. അതായത് ഒരു അഭ്യാസിയുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ആ അഭ്യാസിക്ക് ഉണ്ടാകുന്ന എല്ലാ എക്സ്പീരിയൻസസും മാസ്റ്റർ തന്നിട്ടുള്ള പ്രസാദമാണ്. പിന്നെ എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യുക? നമ്മൾ ഒരു പ്രസാദം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ തിരിച്ച് പൂജാരിക്ക് എറിഞ്ഞു കൊടുക്കുക? അത് നമ്മൾ കംപ്ലീറ്റായിട്ട് കഴിക്കുകയില്ല ചെയ്യുക. ഒരു ചെറിയ ടൈനി ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പുറത്തു പോകാൻ പാടില്ല. അപ്പോൾ ഈ എക്സ്പീരിയൻസൊക്കെ കംപ്ലീറ്റായിട്ട് നമ്മൾ അബ്സോർബ് ചെയ്ത് അണ്ടർഗോ ചെയ്യേണ്ടതാണ്. അവിടെയാണ് നമ്മുടെ എവല്യൂഷൻ അല്ലേ? അപ്പോൾ അതോടുകൂടിയിട്ട് ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലായി, ജീവിതത്തിൽ യാതൊരു ഒരു എക്സ്പീരിയൻസിനും എനിക്ക് കംപ്ലയിൻറ്റ് ആരോടും ഇല്ല, മാസ്റ്ററോട് തീരില്ല. നമ്മൾ അഭ്യാസത്തിൽ നേരെ തിരിച്ചാൽ ചെയ്യുക. എന്താ, ഞാനൊരു അഭ്യാസിയായിട്ട് വൈ ദിസ് അല്ലേ? ആക്ച്വലി ഇതാണ് സംഭവിക്കുന്നത്. നമ്മുടെ ഹെവി സംസ്കാരിക് ലോഡ് മുഴുവൻ എടുത്ത് മാറുന്നു. അപ്പോൾ ഈ എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന ഒരു കാരണം കൂടിയുണ്ട്. അതായത് ഈ എക്സ്പീരിയൻസ് നമുക്ക് അനുഭവിക്കാൻ അദ്ദേഹം അനുവദിച്ചില്ലെങ്കിൽ നമ്മളതിനൊന്നും പഠിക്കില്ല. അപ്പോൾ നമ്മൾ ആ എക്സ്പീരിയൻസസ് റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, ഇത് മുഴുവൻ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാതിരത്തെ എക്സ്പീരിയൻസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യും, ലേണിംഗ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ആ ലേണിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ എക്സ്പീരിയൻസ്. അല്ലെങ്കിൽ ലൈഫ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കംപ്ലയിൻറ്റ് ചെയ്ത് എന്താ ഉണ്ടാവുക, ഇത് വീണ്ടും റീഇൻഫോഴ്സ് ചെയ്ത് നമ്മളുള്ളിൽ തന്നെ പോകും. ഇറ്റ് ഗെറ്റ് റിപ്പീറ്റഡ്. ഒരു അഭ്യാസം സംബന്ധിച്ചിടത്തോളം ആ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡെയിലി രാവിലെ മെഡിറ്റേറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടാവണം എല്ലാ എക്സ്പീരിയൻസും ഒരു പ്രസാദമാണ്. കംപ്ലൈൻറ്റിൻ്റെ കാര്യമേ അവിടെ ഉദിക്കുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ ആൻഡ് ഗോൾ ഓറിയൻറ്റേഷൻ, ഇതാണ് അതിൽ കാര്യം. മോനെ ദാജിയായിട്ടുള്ള എങ്ങനെയാണ് ഏതെങ്കിലും രീതിയിൽ സോണൽ കോർഡിനേറ്റർ അല്ലെങ്കിൽ പേഴ്സണൽ? അതെ, ദാജിയുടെ എന്ന് പറയുന്ന ഈ എല്ലാ മാസ്റ്റേഴ്സും എന്താ പറയുക, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എല്ലാവരും ഒരു മാസ്റ്റേഴ്സിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ലാലാജി മഹാരാജ്, ഇപ്പോൾ ബാബുജി മഹാരാജ്, ചാർജി മഹാരാജ്, ദാജി എന്ന് പറയുമ്പോൾ ഈ 3 പേരുടെ ഒരു കൾമിനേഷനാണ് ലിവിങ് മാസ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റുക. എന്നാൽ അതുപോലെയല്ല, അതിലും ഇവോൾവ് ആണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഓരോ ലിവിങ് മാസ്റ്റേഴ്സ് വരുമ്പോഴും അവർ പ്രീവിയസ് മാസ്റ്റേഴ്സിനേക്കാൾ ഹൈലി ഇവോൾവ് ആയിരിക്കും ഞാൻ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രീവിയസ് മാസ്റ്റേഴ്സിൻ്റെ എല്ലാ സീഡ് ഫോംസിലും അത് അതിലുണ്ടാവും ചെയ്യും. ഇപ്പോൾ ദാജിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ കണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. ഞാൻ ഉദാഹരണത്തിന്, അദ്ദേഹം ഒരേ കാര്യങ്ങൾ തന്നെ ഇവർ പല പല രീതിയിൽ പറയുന്നില്ല. ഇപ്പോൾ ദാജിയുടെ ആയിരിക്കും ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നു, നമ്മൾ കണ്ണു തുറന്നിരിക്കുന്നു, നമ്മൾ ഉറങ്ങുന്നു, നമ്മൾ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്, ഉദാഹരണത്തിന് ജാഗ്രത അവസ്ഥ, സ്വപ്നം, സുഷുപ്തി, ഇതൊക്കെ നമ്മുടെ സ്റ്റേറ്റ്സ് അല്ലേ. മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിനെ നമ്മൾ തുരീയ എന്ന് പറയുന്നത്, അതായത് സുഷുപ്തിയിൽ ബോധം ഉണർന്നു നിൽക്കുന്ന അവസ്ഥ, അതാണ് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്. നമ്മുടെ ഇന്നർ സ്റ്റേറ്റ് സുഷുപ്തിയാണ്, പക്ഷേ വി ആർ അവെയറാണ്, അതായത് തുരീയ സ്റ്റേറ്റ്. ദാജി അടുത്ത സ്റ്റേറ്റ് തുരിയാതീത് അല്ലേ, മുമ്പുള്ള മാസ്റ്റേഴ്സ് പറഞ്ഞിട്ടില്ലേ അത്. ആ തുരിയാതീത് സ്റ്റേറ്റിൽ അദ്ദേഹം പറയുന്നത് എന്താ, ഈ തുരിയ എന്നുള്ള സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പുറപ്പെടുകയാണെങ്കിൽ, ഈ തുരിയ സ്റ്റേറ്റിനെ നമുക്ക് ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് നമുക്ക് മാസ്റ്റേഴ്സ് തന്നു. അപ്പോൾ നമുക്ക് തന്ന ഒരു ഗിഫ്റ്റിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഐദർ യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ്, 2 ഓപ്ഷനേ ഉള്ളൂ അല്ലേ. അപ്പോൾ ആ തുരിയ സ്റ്റേറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി അത് എക്സ്പാൻഡ് ചെയ്യും, അല്ലെങ്കിൽ അത് ലൂസ് ചെയ്യും അല്ലേ. അപ്പോൾ നഷ്ടപ്പെടുത്താൻ അല്ലെങ്കിൽ ഉപയോഗിക്കാം നമുക്ക്. അപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് എക്സ്പാൻഡ് ചെയ്യുന്നു, അത് തുരിയാദി സ്റ്റേറ്റ് എന്ന് പറയും. അപ്പം ഇതുപോലെ എല്ലാ മാസ്റ്റേഴ്സിൻ്റെ കൾമിനേഷനായിട്ടാണ് നെക്സ്റ്റ് മാസ്റ്റേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അത് വലിയൊരു അത്ഭുതമായിട്ട് തോന്നും. ഇപ്പോൾ എല്ലാ മാസ്റ്റേഴ്സും ഒരേ മാതിരിയെന്ന് വിചാരിക്കുക, നമ്മൾ സ്റ്റക്കാവില്ലേ അവിടെ. ഇത് എപ്പോഴും ഒരു അത്ഭുതത്തോട് കൂടിയിട്ടാണ് ഈ ലിവിങ് മാസ്റ്റേഴ്സിനെ നമുക്ക് നോക്കി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ലിവിങ് മാസ്റ്ററും എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളൂ. ഏറ്റവും വലിയൊരു വണ്ടറാണ് ദാജി. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്, ഈ തുരിയാദി സ്റ്റേറ്റിൽ വെൻ യു ആർ വർക്കിംഗ്, യു വിൽ ബി ഓൾവേസ് തിങ്കിങ് ഓഫ് ദ വെൽഫെയർ ഓഫ് അതേഴ്സ്.
അങ്ങനെ ഈ സ്റ്റേറ്റ് എക്സ്പാൻഡ് ചെയ്യണത്. ആ. ഇപ്പോൾ ദാജിയുടെ ടീച്ചിങ്സിൽ എനിക്ക് ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ള കാര്യം ഈ ഇന്നർ സ്പിരിച്വൽ കണ്ടീഷൻ എന്ന് പറയുന്നത്, മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, വെൻ യു സ്റ്റാർട്ട് യൂസിങ് എക്സ്റ്റേണലി, then you will always be thinking of the welfare of others. മോഹനേട്ടൻ ജോലിയുടെ ഭാഗമായിട്ട് കുറച്ച് വിദേശ യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ ഹാർട്ട്ഫുൾനെസ് സെൻറ്റേഴ്സിനെ പറ്റി എങ്ങനെയാണ് ഒരു ഒബ്സർവേഷൻ? ഞാനത് എപ്പോഴും ചെയ്യാറുണ്ട്. പലപ്പോഴും എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് പല കോൺഫറൻസസ് അറ്റൻഡ് ചെയ്യുമ്പോൾ കാർഡിയോളജി കോൺഫറൻസ്, ഡയബറ്റിക് കോൺഫറൻസ്, ഇങ്ങനെ വേൾഡ് വൈഡുള്ള കോൺഫറൻസസൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കമ്പനി അയക്കും. അപ്പോൾ സാധാരണ ഈ ഇൻ്റർനാഷണൽ കോൺഫറൻസൊക്കെ 2 മണി വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ അവിടെ സെൻറ്റേഴ്സ് വിസിറ്റ് ചെയ്യും. ഞാൻ കണ്ടിരിക്കുന്നത് 4-5 അഭ്യാസീസ് ഉണ്ടാവുള്ളൂ ഒരു സെൻറ്ററിലെങ്കിലും. ആ 4-5 പേര് സത്സംഗം കഴിഞ്ഞാൽ അപ്പോൾ ഡയറി എഴുതുന്നുണ്ടാവും. ഡെഡിക്കേറ്റഡ് പ്രാക്ടീസസ് ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത് ഈ പുറത്തുള്ള അഭ്യാസീസിലാണ്. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും പുറത്ത് പോകുന്ന സമയത്ത് ചാർജി മഹാരാജിൻ്റെ സമയത്ത് ആ കാലം, ഞാൻ ദാജിയുടെ കാലഘട്ടം വരുമ്പോഴേക്കും ഞാൻ VRS എടുത്തു, മാസ്റ്ററുടെ പെർമിഷനോട് കൂടി. അതുകൊണ്ട് അതിനുശേഷം അധികം വിദേശ യാത്രകൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറയും ഇങ്ങനെ എന്നെ സ്ഥലത്തേക്ക് പോകണ്ടോ. അപ്പോൾ മാസ്റ്റർ യെസ് വെയിറ്റ് എന്ന് പറയും. ഉള്ളിൽ പോയി ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുന്നു തരും. അവിടെയുള്ള കോൺടാക്റ്റ് ഡീറ്റെയിൽസ് സാറോ എഴുതിയിട്ടുണ്ടാവും. എനിക്ക് വിൽ ഗിവ് എ ബ്രീഫ്, ഡൂ സം വർക്ക് എന്ന് പറയും. അങ്ങനെയാണ്. അപ്പോൾ അത് വലിയൊരു എക്സ്പീരിയൻസ്. അപ്പോൾ വേറെ എന്താ രസം എന്ന് വെച്ചാൽ, നമ്മൾ ഏത് വിദേശ രാജ്യത്ത് പോയാലും ഈ ഹാർട്ട്ഫുൾനെസ് അഭ്യാസീസിൻ്റെ വീട്ടിൽ പോയാൽ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രേഞ്ച്നെസ് ഫീൽ ചെയ്യില്ല. അപ്പോൾ ലോകത്തിൻ്റെ ഏത് കോർണറിൽ പോയാലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നമ്മുടെ ബ്രദർ സിസ്റ്ററായിട്ട്. അപ്പോൾ അത് പറയുകയാണെങ്കിൽ വളരെയധികം എന്താണെന്ന് വെച്ചാൽ നമുക്കതൊരു, അപ്പോൾ ഒരു സ്ഥലത്തും നമുക്ക് നമ്മുടെ സ്ഥലം അല്ലാതെ തോന്നില്ല. അപ്പോൾ ഒരു എക്സ്റ്റൻഷനാണ് നമ്മുടെ തന്നെ ഒരു നാറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത്. ഹാർട്ട്ഫുൾനെസ്സിലല്ലാണ്ട് എവിടെയാണ് നടക്കുക. എവിടെ പോയാലും ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാത്ത റിലേഷൻഷിപ്പ്. പിന്നെ ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യും. നമ്മൾ ഭണ്ഡാരയിലൊക്കെ വരുമ്പോൾ അങ്ങനെ വീണ്ടും മീറ്റ് ചെയ്യും. ഒരു എക്സ്പെക്റ്റേഷൻസും ഇല്ലാത്ത നല്ല റിലേഷൻഷിപ്പ്. അതാണ് ഈ ഹോൾ ഹാർട്ട്ഫുൾനെസ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ആസ്പെക്ട്സും നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പറ്റും നമുക്ക്. അതിനെക്കുറിച്ച് തീരില്ല പറഞ്ഞാൽ, അത്രയധികം കാര്യങ്ങൾ അങ്ങനെയാണ് അതുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ഞാൻ എപ്പോഴും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുണ്ട് അഭ്യാസീസിൻ്റെ. അത് അധികം ഇതുപോലെ അഭ്യാസീസിൻ്റെ വീട്ടിലാണ് ഈ സത്സംഗങ്ങൾ നടക്കുക. അത് വിദേശ രാജ്യങ്ങളിൽ അത്ര കോമൺ അല്ല. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ്. ഏതൊക്കെ രാജ്യങ്ങൾ? ഞാൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ മിക്കവാറും പോയിട്ടുണ്ട്, US പോയിട്ടുണ്ട്, സിംഗപ്പൂർ, ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഞാൻ അധികം പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കോൺഫിഡൻസിൻ്റെ പ്രഷറൊന്നും ഫീൽ ചെയ്യാറില്ല. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ മനുഷ്യ ഹൃദയങ്ങളും ഒരേപോലെ തീർച്ചയായിട്ടും ഒന്നാണ്. അല്ലേ ആ ഡിവൈൻ പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ദർ ഈസ് എ ഡിവൈൻ പ്രസൻസ് ഇൻ ദ ഹാർട്ട് എന്നല്ലേ നമ്മൾ വിചാരിച്ചിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അതിനേക്കാൾ നോബിളായിട്ടുള്ളൊരു തോട്ട് ഏതാണുള്ളത് ആലോചിച്ചു. ഇപ്പോൾ ഞാൻ വല്ല യൂത്തൊക്കെ ചെറുപ്പക്കാർ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വല്ല ഇൻട്രൊഡക്ഷനൊക്കെ വന്നാൽ ഞാൻ അത് ചോദിക്കുക, വിച്ച് ഈസ് ദ ഹയസ്റ്റ് തോട്ട്, ടെൽ മീ. യു ഹാവ് സോ മെനി തോട്ട്സ് ഇൻ യുവർ മൈൻഡ്. അതിൽ ഹയസ്റ്റ് തോട്ട് എന്താണ്? എന്നോട് ചോദിക്കാനോ? they will not be able to answer it. The highest thought എന്ന് പറയുന്നത്, there is a divine presence in you. The source of the world is, the universe is within you. അതിനേക്കാൾ നോബിൾ തോട്ട് ഏതാണുള്ളത് അല്ലേ? The source of everything is within my heart എന്നല്ലേ ഞാൻ പറഞ്ഞിട്ടിരിക്കുന്നത്. And I wait and start experiencing it. എന്താണ് ഒരു അബ്സോർപ്ഷൻ. അതായത് ഈ തോട്ട് കറക്റ്റാന്നല്ല അർത്ഥം. അതുകൊണ്ടല്ല ആ ഫീലിംഗ് കറക്റ്റായിട്ട് വരുന്നത്. വേറെ ഏത് തോട്ടിലാണ് ഇത്രമാത്രം പ്രൊഫൗണ്ട് ഫീലിങ്സ് ഉണ്ടാവുക? ദാറ്റ് ഈസ് വാട്ട് മെഡിറ്റേഷൻ ഈസ് ഓൾ അബൌട്ട്. ആൻഡ് യു എക്സ്പെരിമെൻറ്റ് പറയും. ഇപ്പോൾ ഈ ചെറുപ്പക്കാരെങ്ങനെ വെച്ചാൽ എപ്പോഴും ഒരു സയൻറ്റിഫിക്കായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടതാണ്. അവരോട് ഇപ്പോൾ ഇതുണ്ട് ഇതില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സയൻറ്റിഫിക് മെത്തേഡ് എന്താ? ഈശ്വരൻ ഉണ്ട് എന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാലും അത് സയൻറ്റിഫിക് അല്ല. ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പ്രൂവ് ചെയ്യാം, ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാം ആണെങ്കിൽ. ഐ ഡോണ്ട് നോ, അതല്ല ആൻസർ. അപ്പോൾ യൂത്തിൻ്റെ അടുത്ത് അങ്ങനെ പറയുന്നത്, യു ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. സോ പുട്ട് എ തോട്ട് ദാറ്റ് ദർ ഈസ് ഡിവൈൻ പ്രസൻസ് ഇൻ മൈ ഹാർട്ട് ആൻഡ് വെയിറ്റ് ആൻഡ് സീ വാട്ട് ഹാപ്പൻസ്. വളരെ ലോജിക്കൽ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്തു. അതുപോലെ ഇതാണ് നമ്മൾ എല്ലാ സ്ഥലത്തും കാണുക. അപ്പോൾ ഹൃദയത്തിൽ ഡിവിനിറ്റി ഉണ്ടെന്നുള്ളതിനേക്കാൾ പ്രൊഫൗണ്ടായിട്ടുള്ളൊരു തോട്ടില്ല ഉണ്ടോ? അതിനുണ്ടാവുന്ന ഗ്രാൻഡസ്റ്റ് ഫീലിംഗ് ഈസ് ലവ്. അതിനൊക്കെ പ്രൊഫൗണ്ട് ഫീലിംഗ് എന്താണ്? അങ്ങനെയുള്ള സമയത്ത് വാട്ട് എവർ വേർഡ്സ് യു സ്പീക്ക്, ദ ക്ലിയറസ്റ്റ് വേർഡ്സ് വിച്ച് വിൽ കണ്ടെയ്ൻ ദ ട്രൂത്ത്. അവസാനമായിട്ട് എനിക്ക് തോന്നുന്നു മോഹനേട്ടൻ്റെ ഇപ്പോഴത്തെ ഈ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ആത്മീയ ഭാവി എങ്ങനെയാണ് മോഹനേട്ടൻ്റെ വിഷയം? കേരളം ഒരുപാട് സ്കോപ്പ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം ലിറ്ററേച്ചർ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അധികം ഈ ലിറ്ററേച്ചർ കൂടിയാണ്
കാര്യങ്ങൾ പ്രൊഫൗണ്ടായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. മെഡിറ്റേഷനും ഈ ലിറ്ററേച്ചർ വായനയും ഒരുമിച്ച് പോകേണ്ട ഫാക്ടേഴ്സാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ അതിൽ മാസ്റ്റേഴ്സ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ മെഡിറ്റേഷൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കതിൻ്റെ ആ ക്രക്സ് ഫീലിംഗ് പിടികിട്ടുള്ളൂ. കേരളത്തിൽ അത് അഡ്വാൻറ്റേജ്, എല്ലാം ലിറ്ററേച്ചർ ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ, 100% ലിറ്ററസി അല്ലേ. അപ്പോൾ ഈ ലിറ്ററേച്ചർ അവർ ശരിക്കും ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ എപ്പോഴും പറയും പ്രിസെപ്റ്റേഴ്സിനോട്, നിങ്ങൾ എന്താണ് ഹാർട്ട്ഫുൾനെസ്സിൽ പറയണമെന്നുള്ളത് കുറച്ച് സയൻറ്റിഫിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അവർക്ക് വായിക്കാനും അറിയാമല്ലോ, ഭാഷ അറിയാം. അപ്പോൾ കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ കേരളൈറ്റ്സ് പോവുകയില്ല. അപ്പോൾ പലപ്പോഴും കൺവിക്ഷൻ ഇല്ലെങ്കിലോ ഈ എഡ്യൂക്കേഷൻ്റെ ഒരു പ്രോബ്ലം, ദർ വിൽ ബി ഡൗട്ട്സ്. അപ്പോൾ ഡൗട്ട്സിന് എക്സ്പീരിയൻസിൻ്റെ പിൻബലത്തിൽ മാത്രമേ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കേരളത്തിന് നല്ല സ്കോപ്പ് ഉണ്ട്. ഞാൻ പറയും, ഇന്നിപ്പോൾ 10,000 അഭ്യാസീസ് ഉണ്ട് കേരളത്തിൽ, 13 ആശ്രമങ്ങൾ പല സ്റ്റേറ്റ്സിലും ഇല്ല. അപ്പോൾ 500ഓളം പ്രിസെപ്റ്റേഴ്സ്, അത് മിക്കവാറും ആളുകൾ ഓൾ ഗ്രാജുവേറ്റ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള 500 പ്രിസെപ്റ്റർ ഫോഴ്സാണുള്ളത്. അതിൽ ഒരുപാട് ഇപ്പോൾ റിലീജിയസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ SNDP, NSS, ഈ മാതിരി സംഘടനകൾ നമ്മൾ നല്ല അലൈൻമെൻ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ കേരളത്തിന് നല്ലൊരു ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇപ്പോൾ ഏകദേശം 90s കേരളത്തിലേക്ക് ഹാർട്ട്ഫുൾനെസ് വന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ ഏകദേശം 4 ലക്ഷം ആൾക്കാരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 4 ലക്ഷം എന്ന് പറയുന്നത് ഒന്നുമില്ല. അപ്പോൾ ദാജി ഈടെ ഒരിക്കൽ പറയുണ്ടായി, MP-യിലും രാജസ്ഥാനിലും ആകെയുള്ള പോപ്പുലേഷൻ്റെ 10% ഇൻട്രൊഡക്ഷൻസ് നടന്നപ്പോൾ ദർ വാസ് എ പ്രൊഫൗണ്ട് ചേഞ്ച് ഇൻ പൊളിറ്റിക്കൽ സെനാരിയോ അവിടെ. ഇപ്പോൾ നമ്മൾ പറയില്ലേ, യു വിൽ ഗെറ്റ് എ ഗവൺമെൻറ് വിച്ച് യു ഡിസേർവ് എന്ന്. അപ്പോൾ കേരളത്തിലെ 3 കോടി ജനസംഖ്യയിൽ 10% എടുത്ത് നോക്കിയാൽ 30 ലക്ഷം ആൾക്കാരെ, ഇപ്പോൾ 4 ലക്ഷം ആൾക്കാരെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 3 സിറ്റിങ്സ് കൊടുത്താട്ടെ, ഞാൻ അഭ്യാസിയല്ല ഞാൻ പറയണം. 30 lakhs ആൾക്കാരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ദർ വിൽ ബി എ പ്രൊഫൗണ്ട് ചേഞ്ച് ഇൻ ദ കമ്മ്യൂണിറ്റി, ഈവൺ ഇൻ പൊളിറ്റിക്സ്. യു വിൽ ഗെറ്റ് എ ബെറ്റർ ഗവൺമെൻറ്, യു വിൽ ഗെറ്റ് എ ഗവൺമെൻറ് വിച്ച് യു ഡിസേർവ് എന്നല്ലേ. ഈ ഡിസേർവിങ്നെസ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു 3 സിറ്റിങ്സ് ഒരു അഭ്യാസിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിസെപ്റ്റേഴ്സും അല്ലെങ്കിൽ മറ്റ് അഭ്യാസീസും കാണുന്നത് നമ്മൾ ആ അഭ്യാസിയുടെ ഭൗതികമായിട്ടുള്ള ജീവിതം, ആധ്യാത്മികമായിട്ടുള്ള ജീവിതത്തിൽ ഒരു ബെറ്റർ ഡിസേർവിങ്നെസ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാണ്. അപ്പോൾ ഞാൻ എൻ്റെ ടീമിൻ്റെ അടുത്ത് പറയും, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 13 എൻതൂസിയാസ്റ്റിക് സോണൽ കോർഡിനേറ്റേഴ്സും 500 പ്രിസെപ്റ്റേഴ്സും ഉണ്ട്. മോസ്റ്റ് ഓഫ് ദം നല്ല എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. 30 ലക്ഷം ആൾക്കാരെ നമ്മൾ 3 സിറ്റിങ്സ് കൊടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഭൗതികമായിട്ടുള്ള ഭാവിയും ആധ്യാത്മികമായിട്ടുള്ള ഭാവിയും ഒരുപോലെ മാറും. ദാജി പറയുന്നത് ഇത് നമുക്ക് ഒരാൾക്ക് എന്താ പറയുക, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കൊടുക്കണ്ട, ന്യൂസ് പേപ്പർ ഈസ് ടെല്ലിങ് ദിസ്. MP-യിലും രാജസ്ഥാനിലും സംഭവിച്ചതാ. ഈ എന്താ പറയുക, ഹർ ദിൽ ധ്യാൻ എന്നുള്ള പ്രോഗ്രാം ഉണ്ടായില്ലേ, അതിലവർ 10% പോപ്പുലേഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദർ വാസ് എ പൊളിറ്റിക്കൽ ചേഞ്ച്. ഈ 30 ലക്ഷം എന്ന് പറയുമ്പോൾ യൂത്തിനെയാണോ മോനായിരുന്നു? അല്ല, 30 ലക്ഷം ആകെയുള്ള ജനസംഖ്യയുടെ 30 ലക്ഷം. അല്ല, കേരളത്തെ സംബന്ധിച്ച് യൂത്തിനാണോ കൂടുതൽ ആഭിമുഖ്യം? യൂത്ത് എന്നുള്ള ഒരു സ്പെസിഫിക് ആയിട്ട് ഞാൻ പറഞ്ഞു, യൂത്തിനെ നമ്മൾ ഇടുമ്പോൾ നമുക്ക് വി ഹവ് ടു ബി മോർ സയൻറ്റിഫിക് എന്ന് അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അതിൽ. അവരായിട്ട് സംസാരിക്കുമ്പോൾ ലോട്ട് ഓഫ് എനർജി, ആ എനർജി പ്രോപ്പർ ചാനലൈസേഷൻ ആവശ്യമാണ്, ഒരു ലോജിക്കൽ ഇൻട്രാക്ഷൻ അവരായിട്ട് ആവശ്യമാണ്. അതാണ് പ്രിസെപ്റ്റേഴ്സ് ചെയ്യേണ്ട ഡ്യൂട്ടി. യൂത്തിനെ ആഡ് ചെയ്യുന്നു. ഓവറോൾ പോപ്പുലേഷൻ ഈ എന്താ പറയുക, എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് സിമിലർ വേയിൽ നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ കേരളത്തിന് ഞാൻ നല്ലൊരു ഭാവി കാണുന്നുണ്ട് ഈ രീതിയിൽ പോകുന്ന സമയത്ത്. അപ്പോൾ ഏതെല്ലാം അപ്പോൾ ഒരു പ്രിസെപ്റ്ററെ സംബന്ധിച്ചിടത്തോളം കാണേണ്ടത് 3 സിറ്റിങ്സ് ഞാൻ അവർ കൊടുക്കുകയാണെങ്കിൽ ഭൗതികവും ആധ്യാത്മികമായിട്ടുള്ള ഡിസർവിങ്നെസ് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. ഒരു ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ഒരു സിറ്റിസൻ്റെ. അതിലും വലിയ മഹത്തായ വർക്ക് എന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത്ര മഹത്തായ വർക്കാണ് പ്രിസെപ്റ്റേഴ്സ് ചെയ്യണമെന്നുള്ള ഒരു അവബോധം അവരവരുടെ ഉള്ളിലുണ്ടെങ്കിൽ കേരളത്തിന് നല്ല ഭാവിയുണ്ടെന്ന്. ദാജി വരെ കേരളം എന്നുള്ള സ്റ്റേറ്റിനല്ല ഭാവി, അവിടുത്തെ അഭ്യാസീസിന് ഭാവിയുണ്ട്. അത് സ്റ്റേറ്റിന് അല്ലെങ്കിലല്ലോ കാണുന്നത്, അവിടെയുള്ള അഭ്യാസികൾക്കല്ലേ ഭാവി എന്ന് പറയുന്നത്. ഒരു അഭ്യാസിയുടെ ഭാവി എന്ന് പറയുന്നത് ആ അഭ്യാസിയുടെ പ്രാക്ടീസും ആറ്റിറ്റ്യൂഡിനും ചേഞ്ച് അല്ലേ. അതിനൊരു കളക്റ്റീവായിട്ടുള്ള എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മാസമായിട്ട് ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ അനിവാര്യമാണ്. കേരളത്തിന് നല്ല സ്കോപ്പാണ് ഞാൻ കാണുന്നത്. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ ഇത്രയധികം ആളുകളുണ്ടല്ലോ. അപ്പോൾ ഞാൻ തുടങ്ങുന്ന കാലത്തൊക്കെ ഞാൻ ഭണ്ഡാര അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കൊയിലാണ്ടിയിലൊക്കെ പോയിട്ടുണ്ട്. അന്ന് അവിടെ 50 പേരാണ്.
ലാലാജി മഹാരാജിൻ്റെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുക. അത്ര ദൂരം പോകേണ്ട ഇന്നത്തെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. എല്ലാ സെൻറ്റേഴ്സും സെലിബ്രേറ്റ് ചെയ്യല്ലേ. അപ്പോൾ കേരളത്തിന് നല്ലൊരു ഒരു സ്കോപ്പ് ഞാൻ കാണുന്നുണ്ട് ഹാർട്ട്ഫുൾനെസ്സിൽ. മോനേട്ടൻ്റെ ഇപ്പോൾ ഇത്ര നാളത്തെ അനുഭവം വെച്ചിട്ട് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഒരു ഹാർട്ട്ഫുൾനെസ്സിനെ പറ്റി ഒരു ഇൻസ്പയറിങ് തോട്ട് കൊടുക്കാൻ പറ്റും. അതോടുകൂടി നമുക്കിത് അവസാനിപ്പിക്കാം. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ഹാർട്ട്ഫുൾനെസ് എന്ന് പറയുന്നത് നമുക്ക് എന്താ ട്രാൻസ്മിഷനാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ അല്ലേ. ട്രാൻസ്മിഷനാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ അതോടൊപ്പം നമ്മുടെ പാർട്ട് എന്താണെന്നുള്ളതാണ്. നമ്മുടെ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടർ ഫോർമേഷൻ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ഗോൾ ഓറിയൻറ്റേഷൻ. അപ്പോൾ നമ്മൾ ആലോചിക്കണം നമ്മുടെ ഈ മൂന്നെണ്ണം പ്രോപ്പറാണ്. ഇപ്പോൾ ക്യാരക്ടറിൻ്റെ ഡെഫിനേഷൻ അത് എങ്ങനെയാണ് നമ്മൾ ക്യാരക്ടറിനെ ഒരാളെ ഡിഫൈൻ ചെയ്യുക. പലപ്പോഴും അഭ്യാസി ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. ഞാൻ ഒരു അഭ്യാസിയായി ഞാൻ ട്രാൻസ്മിഷൻ റിസീവ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. അത് നമ്മുടെ പാർട്ട് നമ്മൾ പ്ലേ ചെയ്യണമെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വർക്ക് ചെയ്യും. നേരെ മറിച്ച് നമ്മുടെ പാർട്ട് പ്രോപ്പറായിട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നില്ലെങ്കിൽ ഇതിന് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡിലും ബിഹേവിയറിലും ഗോൾ ഓറിയൻറ്റേഷനും പോസിറ്റീവ് സൈഡുണ്ട്, നെഗറ്റീവ് സൈഡുണ്ട്. ഇതാണ് നമ്മളെ അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാൻ നിൽക്കുക. നമ്മുടെ ക്യാരക്ടർ കറക്റ്റാണെന്ന് പറഞ്ഞു. അതൊരു ചെക്കാണ് അഭ്യാസം സംബന്ധിച്ചിടത്തോളം. എനിക്ക് പ്രോപ്പർ ക്യാരക്ടർ ഉണ്ടോ ഒരാളോട് ചോദിച്ചാൽ എങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക? ഹൗ ഈസ് യുവർ ആറ്റിറ്റ്യൂഡ്? നമ്മൾ തന്നെ ഇൻട്രോസ്പെക്ട് ചെയ്യുക. എല്ലാ സാഹചര്യത്തിലും ഞാൻ പോസിറ്റീവ് സൈഡ് മാത്രം കണ്ടുപിടിക്കുകയാണെങ്കിൽ എൻ്റെ ക്യാരക്ടർ പോസിറ്റീവാണ്. ബിഹേവിയറിലും പോസിറ്റീവ് സൈഡുണ്ട്, നെഗറ്റീവ് സൈഡുണ്ട്. നമുക്ക് റാഷായിട്ട് റൂഡായിട്ട് പെരുമാറാം, സോഫ്റ്റായിട്ട് ലവിങ് ആയിട്ട് പെരുമാറാം. ഇതാണ് പോസിറ്റീവ് സൈഡ്, നെഗറ്റീവ് സൈഡ്. അതിൽ പോസിറ്റീവ് സൈഡ് എന്തിനെടുക്കണം? എന്തുകൊണ്ട് ലവിങ്ങും സോഫ്റ്റ് ആവണം? ബിക്കോസ് വി ആർ ഓൾ ഇൻ്റർ കണക്റ്റഡ്. വി കെയിം ഫ്രം ദ സെയിം സോഴ്സ്, വി ആർ ഗോയിങ് ടു ദ സെയിം ഡെസ്റ്റിനേഷൻ അല്ലേ. സോ ഈ ലവ് എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സൽ ഫോഴ്സാണ്. നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നമ്മൾ ഒഴുക്കിനെതിരെ നീന്തണ പോലെ ആയിരിക്കും. അപ്പോൾ ലവിങ് സോഫ്റ്റ് ബിഹേവിയർ, അതിനാണ് ദാജി ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ എല്ലാം ഉണ്ടാക്കി. ലവിങ് ആൻഡ് സോഫ്റ്റ് ബിഹേവിയർ നമ്മൾ ലോജിക്കലി അങ്ങനെ ആയിരിക്കണം. അത് അപ്പോൾ നമ്മൾ എൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. ഞാൻ സോഫ്റ്റായിട്ട് ലവിങ് ആയിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്, അത് റൂഡായിട്ടും ആരോഗൻ്റായിട്ടും നമുക്കറിയാലോ. അത് കറക്റ്റ്. നെക്സ്റ്റ് ഐറ്റം വരുന്നു ഗോൾ ഓറിയൻറ്റേഷൻ. എൻ്റെ ഗോൾ പോസിറ്റീവ് ഗോളാണ് നെഗറ്റീവ് ഗോളാണ്? നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്താണെന്നുള്ളതിന് ഉള്ളൊരു ഐഡിയ വേണം. സ്പിരിച്വൽ ഗോൾ ഈസ് ഓൾവേസ് പോസിറ്റീവ്. മെറ്റീരിയൽ ഗോളിനെ നെഗറ്റീവായിട്ട് ആ സ്പിരിച്വൽ സയൻസസ് കാണുന്നത്. എന്താ കാരണം? ക്രിയേഷനും ക്രിയേറ്ററും തമ്മിലുള്ള വ്യത്യാസം. സോ ക്രിയേഷനിലാണ് നമ്മുടെ ഫോക്കസ് എങ്കിൽ അതിൽ അത് ഇന്നുണ്ടാവും, നാളെ ഇല്ലാണ്ടാവും. ക്രിയേറ്ററോ, ഹി വിൽ ഓൾവേസ് ബി ദർ. സോ വെൻ യു കീപ് ഹിം ഇൻ യുവർ ഹാർട്ട് ആൻഡ് ദാറ്റ് ഈസ് യുവർ ഗോൾ, ദാറ്റ് ഈസ് എസ് പോസിറ്റീവ് സ്പിരിച്വൽ ഗോൾ, എവറിത്തിങ് വിൽ ബി ദർ. മറ്റേ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും. അപ്പോൾ ഒരു അഭ്യാസിയെ സംബന്ധിച്ചിടത്തോളം ഒരാളെ അഭ്യാസി അല്ലെങ്കിൽ തന്നെ ഇഫ് യു കറക്റ്റ് യുവർ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ ആൻഡ് ഗോൾ ഓറിയൻറ്റേഷൻ ആൻഡ് കോൺസ്റ്റൻറ്റ് കോൺഷ്യസ്നെസ് ഓഫ് ദ ഗോൾ ഉണ്ടെങ്കിൽ you can achieve everything. You can complete your life in one lifetime itself. There is a support of transmission for that. പക്ഷേ ഈ ഫാക്ടർ നമ്മൾ കറക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഈ ട്രാൻസ്മിഷൻ്റെ എഫക്റ്റ് എന്താ? നമ്മളെ ഇന്നർ കണ്ടീഷൻ എന്താണോ അത് സ്ട്രെങ്തൻ ചെയ്യും. സപ്പോസ് യുവർ ഇന്നർ കണ്ടീഷൻ നെഗറ്റിവിറ്റി വിൽ ഗെറ്റ് സ്ട്രെങ്തൻ. സപ്പോസ് യുവർ ബിഹേവിയർ ഇസ് നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ് വിൽ അഗെയിൻ ഗെറ്റ് സ്ട്രെങ്തൻ. യു വിൽ ബിക്കം മോർ arrogant, more. If your goal orientation is still you are not fixed to your goal as a creator in my heart, divine presence in my heart, that's my goal, then ഇതെല്ലാം ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് ഇത് മൂന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതിൽ മൂന്നിലും പോസിറ്റീവ് കൺസോൾട്ടേഷൻ ഉണ്ടെങ്കിൽ വെദർ യു ആർ എൻ അഭ്യാസി ഓർ ഹ്യൂമൻ ബീങ്, ദിസ് ഇൻട്രോസ്പെക്ഷൻ ഇസ് ദർ, യുവർ ലൈഫ് ഈസ് മെയ്ഡ്. ഓക്കെ. ബിഹേവിയറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യം അഭ്യാസികൾക്ക് അതെങ്ങനെയാണ് മോനായിട്ട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? അത് ഇത് എനിക്ക് ഞാനും ഇങ്ങനെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലിയിലൊക്കെ കുറച്ച് അരഗൻ ബിഹേവിയർ ആയിരുന്നു. എൻ്റെ റൂഡായിട്ട് ഞാൻ പെരുമാറുക. അപ്പോൾ എന്താ കാരണം അറിയോ? ഈ സോഫ്റ്റ് ആൻഡ് ലവിങ് ബിഹേവിയറിനെ കുറിച്ച് ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. എന്തുകൊണ്ട് നെഗറ്റീവായിട്ട് ബിഹേവ് ചെയ്താൽ എന്താ കുഴപ്പം? എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ടെന്നീസ് ബോൾ പോലെ അങ്ങോട്ട് തിരിച്ചടിക്കുക, ഇതായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ. പിന്നെയാണ് ഞാൻ കമ്മ്യൂണിക്കേഷൻ അതല്ല എന്ന് മനസ്സിലായത്. എന്താ കാരണം വെച്ചാൽ ആദ്യമായിട്ട് കിട്ടിയത് ലാലാജി മഹാരാജിൻ്റെ ആത്മൻ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡെഫിനേഷൻ അദ്ദേഹം പറയുന്നുണ്ട്.
അപ്പം അതുവരെ ഈ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ സീരിയസ് ആയിട്ട് കൺവിൻസ്ഡ് ആയിരുന്നില്ല. അപ്പോഴാണ് അപ്പോൾ പല അഭ്യാസികളിലും ഞാനത് കാണുന്നുണ്ട്. അവർ താരതമ്യേന പ്രോഗ്രസ് ചെയ്യണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഗ്രസ് ചെയ്യില്ല എന്ന് തോന്നുന്നു നമുക്കത്. കാരണം എന്താ, ഈ 3 ഫാക്ടേഴ്സിൽ ചേഞ്ച് കാണുന്നില്ല. അതാണ് അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ എന്താണ് അതിലെ കൺവിക്ഷൻ ഫാക്ടർ എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പോഴാണ് ലാലാജി മഹാരാജിൻ്റെ ഇത് വെച്ചാൽ അതിൽ ആത്മൻ എന്നുള്ളതിന് ഡെഫിനേഷൻ കൊടുക്കുന്നുണ്ട്. ആത്ത് പ്ലസ് മൻ എന്നല്ല. ആത്ത് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് എന്നാണ്. മൻ എന്ന് പറഞ്ഞാൽ മനസ്സ്, ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ് പ്ലസ് മനസ്സിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമാറ്റം, മനസ്സിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് ബിഹേവിയറും കൂടിയിട്ടുള്ള ഒരു സീഡ് ഫോമാണ് എന്ത്, ആത്മൻ. അപ്പോൾ ആറ്റിറ്റ്യൂഡിലും ബിഹേവിയറിലും ഉണ്ടാവുന്ന പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ചേഞ്ചസ് ആത്മാവിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ബാധിക്കും. അപ്പോൾ നമ്മളവിടെ കറക്ഷൻ ആവശ്യമുണ്ട്. ആറ്റിറ്റ്യൂഡിലും ബിഹേവിയറിലും കറക്ഷൻ ആവശ്യമുണ്ട്. ആ ആറ്റിറ്റ്യൂഡും ബിഹേവിയറിൽ ഫസ്റ്റ് കറക്ഷൻ പറയുന്നത് ഗോൾ ഓറിയൻറ്റേഷനിൽ കൂടെയാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയാണ് ഈ 3 ഫാക്ടറിലെ പ്ലസ് മൈനസ് വന്ന് എല്ലാ മാസ്റ്റേഴ്സും ഇതാന്ന് പറയുന്നത്. ദാജി നേരത്തെ പറഞ്ഞില്ലേ, വെൻ യു ആർ ഇൻ ദ തുരിയാദി സ്റ്റേറ്റ് ഓർ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്, ഇന്നർ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ വെൻ യു സ്റ്റാർട്ട് യൂസിങ് ഇറ്റ്, യു വിൽ ബി തിങ്കിങ് ഓഫ് ദ വെൽഫെയർ ഓഫ് അതേഴ്സ്. ഞാൻ വെൽഫെയർ ഓഫ് അതേഴ്സ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൗ ക്യാൻ ഐ ബിഹേവ് റൂഡ്ലി? എല്ലാ മാസ്റ്റേഴ്സും ഇതേ സാധനം റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷനിൽ ഞാൻ ആലോചിക്കുന്നത് ആ ബേസിക് ആയിട്ടുള്ള ഐഡിയ ആളുകളിൽ ഇംപ്ലാന്റ് ചെയ്താൽ മാത്രമേ ഒരു കോൺഷ്യസ് ആയിട്ട്, ഇത് കോൺഷ്യസ് പ്രോസസ്സാണ്, ഓട്ടോമാറ്റിക് അല്ല. യു ക്യാൻ ചേഞ്ച് ഓൺലി ദോസ് തിങ്സ് വിച്ച് യു ആർ കോൺഷ്യസ് ഓഫ്. ഞാൻ എൻ്റെ ബിഹേവിയറിനെ കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച്, എൻ്റെ ഗോൾ ഓറിയൻറ്റേഷനെ കുറിച്ച് ഞാൻ കോൺഷ്യസ് അല്ലെങ്കിൽ എനിക്ക് ഒന്നും മാറ്റാൻ പറ്റില്ല. എൻ്റെ ഡെസ്റ്റിനി മാറില്ല, ഒന്നും മാറില്ല. ആ കോൺഷ്യസ് അവെയർനെസ് ആണ് ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അഭ്യാസത്തിൻ്റെ അടുത്ത് നമ്മളതാ പറയേണ്ടത്. കോൺഷ്യസ് ആയിട്ട് നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാവുന്നു, കോൺഷ്യസ് ആയിട്ട് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാവുള്ളൂ, കോൺഷ്യസ് ആയിട്ട് ഗോൾ ഓറിയൻറ്റേഷൻ മാറ്റും. അതാണ് ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ. ഇതിനെ പറഞ്ഞു വെച്ചിരിക്കുന്നവരാ ലാലാജി മഹാരാജ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചിരിക്കുക. ലാലാജീസ് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞിട്ട് HCLPOC എന്താ പറയുക. ഇത് കോൺഷ്യസ് അവെയർനെസ് ഓഫ് ഇന്നർ സ്റ്റേറ്റ് ആണ്. ദാറ്റ് വിൽ ചേഞ്ച് ദ എക്സ്റ്റേണൽ ബിഹേവിയർ. ഇനിയോ എക്സ്റ്റേണൽ ബിഹേവിയറിലുള്ള ചേഞ്ചസ് ഇന്നർ ചേഞ്ചസും വരുത്തും. ഇപ്പോൾ എക്സ്റ്റേണലി റൂഡായിട്ട് പെരുമാറി ഇമ്മീഡിയറ്റ്ലി ഐ ലൂസ് മൈ കണ്ടീഷൻ. ഇപ്പോൾ ഇഫ് ഐ ഹാവ് ഗുഡ് കണ്ടീഷൻ, മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്, ഐ വിൽ ബിഹേവ് പ്രോപ്പർലി. ഇഫ് ഐ ബിഹേവ് ബാഡ്ലി, മൈ ഇന്നർ കണ്ടീഷൻ വിൽ ചേഞ്ച്. ഇപ്പോൾ ഇത് രണ്ട് സൈഡിലും കോൺഷ്യസ് ആവണത്. അപ്പോൾ കോൺഷ്യസ് ചേഞ്ചാണ് ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നമ്മൾ എത്ര മോഡ്യൂൾസ് ചെയ്യണമെന്നുള്ളതല്ല കാര്യം. ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ്റെ ക്രാക്സ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എത്രയോ വർഷങ്ങളെടുത്തു ഈ ലാലാജി മഹാരാജിൻ്റെ ഈ പ്രിൻസിപ്പിൾ മനസ്സിലായിട്ട് ഈ ചേഞ്ചസ് കൊണ്ടുവരാൻ കോൺഷ്യസ് ആയിട്ട്. ഓക്കെ, ഇത്ര നേരം നമ്മളോട് വളരെയധികം വിശദമായിട്ടും എനിക്ക് തോന്നി വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള എല്ലാവരോടും സംസാരിച്ചതിന് വളരെയധികം നന്ദി പറയുന്നു. നമസ്തേ. താങ്ക് യു ഇന്ദു.